ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും നിത്യകർമാനുഷ്ഠാനം നമ്മുടെ വഴിയിൽ അതെല്ലാം കൂടി അങ്ങോട്ട് പറയും. ഇന്നിപ്പോൾ ഇവിടെ വന്നവരൊക്കെ ഇതിനു മുമ്പ് വന്ന ആള് എന്താ പറഞ്ഞത്? എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? കേൾക്കട്ടെ. എന്തെങ്ങനെ മടിച്ചിരിക്കുന്നത്? പറയൂ. എന്തിനെ കുറിച്ചാണ്? ഇതിനു മുമ്പ് വന്ന ആചാര്യന്റെ പേരെന്താ? എവിടുത്തെ ആളോ? എന്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്? രാമായണം. രാമായണം പറഞ്ഞു. രാമായണത്തിലെ കഥകൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു അല്ലേ? അപ്പം നമുക്കിന്ന് ആദ്യം കുറച്ച് നാമം ജപിക്കാം അല്ലേ? ജപിച്ചൂടെ? ആദ്യം ഓംകാരം ജപിച്ച് തരാം. ഓംകാരം എന്നത് അകാരം, ഉകാരം, അകാരം എന്ന 3 അക്ഷരങ്ങൾ ചേർന്നതാണ്. ഒരു ശംഖിൻ്റെ ആകൃതിയിലാണ് ഓംകാരം ജപിക്കേണ്ടത്. ഇതിനു മുമ്പ് വന്ന ആചാര്യന്മാരാരെങ്കിലും ഈ ഓംകാരം ജപിക്കാൻ പറഞ്ഞോ? അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ ഓംകാരം ജപിക്കുന്നത്? ഇതൊരു പ്രാണായാമ പ്രക്രിയയാണ്. മനസ്സിലായില്ലേ? പ്രാണായാമ പ്രക്രിയയാണ്. അത് ശ്വാസം പരമാവധി ഉള്ളിലേക്ക് വലിച്ചെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ പ്രഷറിനെ അടക്കം കൺട്രോൾ ചെയ്യാൻ നമുക്കുണ്ടാകുന്ന ദേഷ്യം അല്ലേ? വീട്ടിലൊക്കെ കുട്ടികളോടും ഭർത്താക്കന്മാരോടോ അമ്മയോടോ അച്ഛനോടൊക്കെ ചിലപ്പോൾ ദേഷ്യം നല്ലവണ്ണം വരും അല്ലേ? ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ്, ഈശ്വരീയമായ ഒരു പദ്ധതിയാണ്. അത് പ്രാണായാമം കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വാമി റൂമിലോ എവിടെയൊക്കെ ഇരുന്നിട്ട് ദീർഘശ്വാസമെടുത്ത് ഒരു 12 പ്രാവശ്യമെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. അത് അങ്ങനെ പറയുമ്പോഴാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുക. ശരി. അപ്പോൾ അതിന് ഉള്ള ഒരു പദ്ധതി. അപ്പോൾ ഒന്ന് എല്ലാവരും നിവർന്നിരിക്കുക. ഇരുന്ന് കസേരയാണ് ഇപ്പോൾ എല്ലാവർക്കും. വളഞ്ഞിട്ടുണ്ട് അല്ലേ? വളമൊക്കെ മാറ്റി ഈ സമയത്ത് നമ്മൾ നാമം ചെല്ലുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നിവർന്നിരിക്കണം. വീട്ടിൽ നാമം ചെല്ലുമ്പോൾ നിലത്തിരിക്കാൻ പാടില്ല. മനസ്സിലായി? അത് ഒന്നില്ലെങ്കിൽ ഒരു പലകയിലിരിക്കാം, അതല്ലെങ്കിൽ പായേ ബെഡ്ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിലിരുന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? നാമം ജപിക്കും. അപ്പോൾ നമുക്ക് ഞാനൊരു പ്രാവശ്യം ഓങ്കാരം ജപിച്ചു തരാം. മോളും ജപിക്കും അല്ലേ? എല്ലാവരും കൂടി ഒന്ന് ജപിക്കും. ഇനി നമുക്ക് ഒന്നിച്ച് ജപിക്കാം കേട്ടോ. അങ്ങനെ 3 പ്രാവശ്യം ഓങ്കാരം ജപിച്ച് അടുത്തത് നമുക്ക് കുറച്ച് ധ്യാന ശ്ലോകങ്ങൾ ജപിക്കാം. ആദ്യമായിട്ട് ആരെ പ്രാർത്ഥിക്കാന്നറിയോ? ആരെ? ഗണപതി. നമ്മൾ ആദ്യമായിട്ട് ഗുരുവിനെ പ്രാർത്ഥിക്കാം. ഗണപതി അതിദേവനൊക്കെയാണ്, എന്നാലും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഗുരുവിനെ പ്രാർത്ഥിക്കാം. ആ ധ്യാന ശ്ലോകങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഗണപതിയുടെ അറിയാം, കുറേ ധ്യാന ശ്ലോകങ്ങൾ അറിയാം. എന്തുകൊണ്ട് ഗുരുവിനെ ആദ്യം പ്രാർത്ഥിക്കുന്നു? ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മനസ്സിലായി? ആരാണ് ഗുരു? ബ്രഹ്മാവും ശിവനും വിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിക്കുന്നു, പരബ്രഹ്മവും ഗുരു തന്നെ എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഗുരുവിനെ പ്രാർത്ഥിച്ചത്. രണ്ടാമത് നമുക്ക് ഗണപതിയെ പ്രാർത്ഥിക്കാം. ഏകതന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഹനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ
ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഷഠാനനം കുങ്കുമരക്തവർണം മഹാമതീം ദിവ്യമയൂരവാഹനം രുദ്രസൈന്യസൂനം സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഭൂതനാഥ സദാനന്ദ സർവബോധദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. യോഗനിദ്രേ മഹാനിദ്രേ യോഗമായേ മഹേശ്വരി യോഗസിദ്ധികരീ ശുദ്ധേ ദുർഗാം ദേവി നമസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായേ പദയേ നമഃ. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാവരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എന്താ ചെയ്തത്? കുറേ ദേവീദേവന്മാരുടെ ധ്യാന ശ്ലോകങ്ങൾ ജപിച്ചു. മനസ്സിലായില്ലേ? എന്തിനാ ഈ ധ്യാന ശ്ലോകങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം? കുറേ ധ്യാന ശ്ലോകങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? കുറേ ആളുകൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യും. ഈ ധ്യാന ശ്ലോകങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തുള്ള ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു ക്ഷേത്രം, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ തൊഴുകാനായി പോകുന്നു എന്ന് വിചാരിക്കുക. അവിടെ പോകുന്ന സമയത്ത് ഏത് ദേവനെയാണോ വലം വെക്കേണ്ടത് ആ സമയത്ത് ആ ദേവൻ്റെ ധ്യാന ശ്ലോകം ജപിച്ചുകൊണ്ടായിരിക്കണം അവിടെ വലം വെക്കണം. മനസ്സിലായി? നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടായിരിക്കരുത് എന്ന് സാരം. അല്ലെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ചില്ലേ, ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ കമ്മിറ്റിക്കാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കണേ? നാമജപം മാത്രം. നമുക്കറിയില്ല അല്ലേ? നമുക്കറിയില്ല വെച്ചിട്ടാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അറിയുമെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. നാമജപം മാത്രം എന്ന് അവർക്ക് എഴുതി വെക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? നമ്മളാകുന്ന ഹിന്ദുക്കളുടെ ഹൃദയമാകുന്ന ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്ത് അവിടെ പോയി ചെയ്യേണ്ട ചടങ്ങുകളെക്കുറിച്ച് യാതൊരു ധാരണയും നമ്മളാകുന്ന ഭക്തനിലില്ല എന്ന് കമ്മിറ്റിക്കാരന് തോന്നിയത് കൊണ്ടാണ് അത് അവിടെ എഴുതി വെച്ചല്ലേ? ശരിയല്ലേ? അതേപോലെ തന്നെ ഉണ്ടാവും പുറത്ത് അതിൻ്റെ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ചെരുപ്പ് പുറത്തിടുക. ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളത് കമ്മിറ്റിക്കാർ കുറേ ആൾ ചെരുപ്പിട്ടുള്ളൂ പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം അവർ അങ്ങനെ എഴുതി വെച്ചത്. ഷർട്ട് ബനിയൻ എന്നിവ പുറത്ത് ഊരി വെക്കുക, അല്ലെങ്കിൽ അഴിച്ചിട്ട് വേണം ക്ഷേത്രത്തിൻ്റെ അകത്ത് കിടക്കാൻ എന്നൊക്കെ എഴുതി വെക്കേണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനൊരു മാറ്റം എങ്ങനെ വരിക? നമ്മളാകുന്ന ഭക്തൻ ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് എന്ന് ആ സമാജത്തിന് മനസ്സിലാകുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നാമജപം എന്ന് മാത്രം എഴുതി വെക്കണം അല്ലേ? ക്ഷേത്രത്തിനകത്ത് നാമജപം മാത്രം എന്ന് എഴുതി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പം നമ്മൾ ഈ ആധ്യാത്മികതകൾ പഠിച്ച് നമ്മുടെ ക്ഷേത്രാചാരങ്ങളും നമ്മുടെ നിത്യകർമാനുഷ്ഠാനവും ഒക്കെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സമാജത്തിൽ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർ നമ്മുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരികയോ ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നവർക്ക് ഒരു മാതൃകയായി മാറുന്ന തരത്തിലേക്ക് നമ്മൾ ഉയരണം. അതല്ലേ വേണ്ടത്? ഇപ്പം ഞാൻ എന്നും ക്ഷേത്രത്തിൽ പോണ ആളാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഞാൻ ജനിച്ചപ്പോഴുള്ള സ്വഭാവം തന്നെയാണ്. എനിക്ക് ജീവിതത്തിൽ ഒരു മാറ്റമില്ല. ആ രീതിയിൽ തന്നെ പോകുന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അയാളുടെ നിത്യകർമാനുഷ്ഠാനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല, അല്ലെങ്കിൽ ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അയാൾ ജീവിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയും അല്ലേ, അദ്ദേഹത്തെ ശ്രദ്ധിക്കൂ, അദ്ദേഹത്തെ കണ്ടു പഠിക്കൂ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ നാമജപങ്ങൾ എല്ലാം നമ്മൾ പഠിക്കണം. എന്തിനു വേണ്ടി പഠിക്കുന്നു? ഈ ഭഗവാന്മാരുടെ അടുത്ത് പോകുമ്പോൾ. ഇതിൽ ഞാൻ ഒരുവിധം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ എല്ലാ ദേവീദേവന്മാരെയും ധ്യാന ശ്ലോകങ്ങൾ ജപിച്ചിട്ടുണ്ട് അത്യാവശ്യമൊക്കെ.
അപ്പോൾ ഇതെല്ലാവരും പഠിക്കണം. ഈ കലിയുഗത്തിൽ നാമജപങ്ങൾക്കാണ് പ്രസക്തി. കാരണം വേറെ ഒന്നിനും സമയമില്ല അല്ലേ. ജോലി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് 7 മണിയാവുന്നുള്ളത് എൻ്റെ അടുത്ത് 2 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജോലി എല്ലാം കഴിഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് 7 മണിക്ക് ഇവിടെ എത്തുന്നുണ്ടല്ലോ, അതൊരു വലിയ ഭാഗ്യമാണ്. മനസ്സിലായില്ലേ? 7 മണിക്ക് നിങ്ങൾ ഇത്രയും പേര് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തി അല്ലേ. ഇനി നമ്മളൊരു 8-8:30 വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ആ ഈശ്വരീയമായ ഒരു അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടി ഇവിടെ ജനിച്ചു, എവിടെ നമ്മൾ ജനിച്ചു എന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് കാട്ടിത്തന്ന വഴികൾ എത്രമാത്രം ശുദ്ധമാണ്, പരിശുദ്ധമാണ്, സനാതനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യരായി ജനിച്ചിരിക്കുന്നു അല്ലേ. എന്താ ആരും തലയാട്ടുന്നില്ലല്ലോ? എല്ലാവരും ഉറങ്ങിയോ? ഇല്ലല്ലോ. ഇല്ല, ശ്രദ്ധിക്കുകയാണല്ലേ. മനസ്സിലായി. ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഒരു സ്ഥലത്ത് സപ്താഹം നടക്കുകയാണേ. അപ്പോൾ ഉച്ചയ്ക്ക് 2 കൂട്ടം പായസം കൂട്ടി സപ്താഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ നന്നായിട്ട് ഉച്ചയ്ക്ക് 2 കൂട്ടം പായസം കൂട്ടി സപ്താഹം കേട്ടിട്ട് പിന്നെ ഭഗവാന്റെ കഥ കേൾക്കുകയാണോ ചെയ്യുക. അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ അടുത്ത ഇരിക്കണതേ അപ്പോൾ നല്ല ഉറക്കത്തില്ല. അപ്പോൾ ഞാൻ മെല്ലെ ഒന്നിങ്ങനെ തൊട്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഉറങ്ങില്ല, കണ്ണടച്ച് ശ്രദ്ധിക്കുകയാണ് പറഞ്ഞു. അവർ ഞാൻ പറഞ്ഞു, നന്നായി കണ്ണടച്ചിട്ട് ഗംഭീരമായിട്ട് ശ്രദ്ധിച്ചോളൂ, ക്ഷീണം മാറും പറഞ്ഞു. ഭഗവാനെ കുറിച്ച് ഉള്ളിലേക്ക് കേൾക്കുകയാണല്ലോ. അപ്പോൾ അതേപോലുള്ള ശ്രദ്ധയല്ലല്ലോ അല്ലേ? അല്ല. അപ്പോൾ നമ്മൾ ഈ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചത് ഈ പരമപവിത്രമായ ഭൂമിയിലാണ്. ഹിമാലയം സമാരഭ്യ യവത് ഹിന്ദു സരോവരം ത്വം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയം തൊട്ട് സിന്ധു സമുദ്രം വരെ പരന്നു കിടക്കുന്ന ദേവനിർമ്മിതമായ ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടിയായെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ എന്ന് പൂന്താനം പാടിയിട്ടുണ്ട് അല്ലേ. അവിടെ നമുക്ക് എന്താ ലഭിച്ചിരിക്കുന്നത്? ഒരു മനുഷ്യജന്മം തന്നെ ലഭിച്ചു. ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഈ മനുഷ്യജന്മം കിട്ടിയെന്നറിയോ? ആയിരക്കണക്കിന് യോനികളിൽ ജനിച്ചു ജീവിച്ചു മരിച്ച ഒരാത്മാവിൻ്റെ പൂർണ്ണതയിലാണ് നമുക്ക് മനുഷ്യജന്മം ലഭിക്കുക. കല്ലായും മരമായും മൃഗമായും പട്ടിയായും പൂച്ചയായും ഒക്കെ ജനിച്ച് ജീവിച്ച് മരിച്ച് അവസാനം നമുക്കൊരു മനുഷ്യജന്മം തരികയാണ്. എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യജന്മം ലഭിച്ചത്? ഈശ്വരനിൽ നിന്നും വന്ന ചൈതന്യമാണ് എൻ്റെ അകത്തിരിക്കുന്നത്. ആ ഭഗവത് ചൈതന്യം ആ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഉള്ള ഒരു ജന്മമാണ് എന്ത്? മനുഷ്യജന്മം. ഈ ഭഗവാനിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജന്മങ്ങളില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്തുള്ളവരൊക്കെ പറയില്ലേ, എന്തിനാ ഭഗവാനെ എങ്ങനെ ഒരു ജന്മം തന്ന് എനിക്ക് പറഞ്ഞപ്പോൾ അല്ലേ. ഭഗവാനെ പറഞ്ഞ് നെഞ്ഞത്ത് തന്നെ തലയിൽ തല്ലുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർ തന്നിരിക്കുന്നത് എന്തിനാ? ഈ ഈശ്വരനിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകാനുള്ള ആയിട്ടാണ് മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഭൗതികമായ ലോകത്തിലേക്ക്, ലൗകിക ലോകത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ വന്നത് എന്തിനാണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും അവിടെ മറക്കുക. അങ്ങനെ കുറേ മറന്ന ആളുകളില്ലേ നമ്മുടെ ഇടയിൽ അല്ലേ. നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ പോയ കാര്യവും നമ്മുടെ ലക്ഷ്യവും മറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയും വഴിയെല്ലാം മാറിയ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. അതാവരുത്. മനസ്സിലായോ? കടലിൽ നിന്നൊരു തുള്ളി വെള്ളം നീരാവിയായി ആകാശത്തു മേഘങ്ങളായി മലയിൽ തട്ടി പെയ്തിറങ്ങി നീർച്ചാലുകളായി തോടുകളായി പുഴകളായി വീണ്ടും കടലിൽ തന്നെ ചെന്ന് ചേരുന്നത് പോലെ എൻ്റെ ഈ മനുഷ്യജന്മമാകുന്ന എൻ്റെ ഈ ആത്മാവ് ആ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അതിനെന്താ ഈ കലിയുഗത്ത് ചെയ്യാൻ പറ്റുക? നാമം ജപം. നാമജപത്തിൻ്റെ ശക്തി എന്ത് എന്ന് ചോദിച്ചാൽ എങ്ങനെ നാമജപത്തിൻ്റെ ശക്തി എന്താണെന്ന് എങ്ങനെ പറയാ? നിങ്ങൾ രാമായണം നല്ലോണം കേട്ടു, കഥകൾ കേട്ടു, കഥാപാത്രങ്ങളെക്കുറിച്ച് കേട്ടു, നിത്യജീവിതത്തെക്കുറിച്ചൊക്കെ കേട്ടു അല്ലേ. അതിൽ നാമജപത്തിൻ്റെ ശക്തിയാൽ ശക്തി ആർജിച്ച ഒരാളുണ്ട്. ആരാള്? വാൽമീകി അല്ലേ. അദ്ദേഹം നാമജപം കൊണ്ട് ഗംഭീരനായി തീർന്ന ആളാണ് അല്ലേ. എന്താ കാര്യം? അയാൾ ഒന്നും അറിയാത്ത കഥയിൽ കാട്ടുകള്ളൻ എന്ന് പറഞ്ഞിരുന്ന രത്നാകരൻ എന്ന ആളെ എന്ത് ചെയ്തു? ഇന്ന് ലോകമറിയപ്പെടുന്ന രാമായണം എഴുതി നമുക്ക് തരാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നു. അദ്ദേഹത്തിന് 2 അക്ഷരങ്ങളെ കൊടുത്തുള്ളൂ നമ്മുടെ സപ്തർഷികൾ. എന്താ അക്ഷരങ്ങൾ? രാമ എന്ന 2 അക്ഷരം. രാമ രാമ എന്ന 2 അക്ഷരം ജപിച്ചുകൊണ്ട്
ഇനിയിപ്പോൾ കാട്ടുകള്ളനാണോ കള്ളനായില്ലെങ്കിൽ പോലും അത്രയും സംസ്കാരമില്ലാത്തവരാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉയർച്ച ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് സംശയിക്കേണ്ട. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു 2 അക്ഷരങ്ങളാകുന്ന രാമ എന്ന അക്ഷരം ജപിച്ചുകൊണ്ട് രാമായണ പുസ്തകം എഴുതുന്ന വാൽമീകിയായി മാറി. മനസ്സിലായോ? അപ്പോൾ മനസ്സിലായില്ലേ? ആ 2 അക്ഷരങ്ങളുടെ ശക്തി എത്രയുണ്ട് എന്ന് മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യകർമാനുഷ്ഠാനങ്ങളുണ്ട്. രാവിലെ എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ നമ്മൾ ആചാര്യന്മാർ കുറേ ആളുകൾ വന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ ചെയ്യുക? ആരെങ്കിലും കൈ നോക്കി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടോ? എന്താ പറയൂ, ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കയ്യിൽ നോക്കി എന്ത് പ്രാർത്ഥിക്കും? കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ കയ്യിൽ നോക്കി എഴുന്നേൽക്കുന്ന ആളുകളാണ്. അങ്ങനെ ആവണം. അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റണം. അത് നമ്മുടെ നിത്യകർമാനുഷ്ഠാനത്തിൻ്റെ ഭാഗം തന്നെയാണ്, സംശയമില്ല. നമുക്ക് ഹിന്ദുക്കൾ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് എന്താ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞത്? സനാതന ധർമ്മത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കുന്നവരെ എല്ലാവരും ഹിന്ദുക്കളാണ്. ആ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ള ഋഷിമാർ നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിക്കുക എന്നതാണെങ്കിൽ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ നിത്യകർമാനുഷ്ഠാനത്തിൽ രാവിലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് നോക്കി ലക്ഷ്മിയും ദേവിമാരും എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. മനസ്സിലായോ? ഈ കൈ കൊണ്ട് ഇനി ഞാൻ ഇന്ന് അശുദ്ധമായിട്ടൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അക്രമമായിട്ടൊന്നും ചെയ്യില്ല, വേണ്ടാത്തതൊന്നും ചെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരൊക്കെ എൻ്റെ കയ്യിലുണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുക. ആ മന്ത്രം ജപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ രാമായണ മാസമല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇനി നിങ്ങൾ മന്ത്രം ജപിച്ചാലും ജപിച്ചില്ലെങ്കിലും ഒരു ചെറിയ മന്ത്രം കൂടി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തരാം. രാമായണ മാസത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഈ രത്നാകരൻ എന്ന കാട്ടിൽ ജീവിച്ചിരുന്ന, പിടിച്ചു പറിച്ച് ജീവിച്ചിരുന്ന രത്നാകരനെ തടുത്തു നിർത്തി, രത്നാകരൻ തടുത്തു നിർത്തിയ സപ്തർഷികളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ പോയപ്പോൾ ആ സപ്തർഷികൾ രത്നാകരനോട് പറയുകയാണ്, നീ എന്തിനു വേണ്ടിയാണ് ഈ ഇത്രയും വലിയ പാപമൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ രത്നാകരൻ അങ്ങോട്ട് പറയാണ്, ഞാൻ ഈ പാപങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല. ആർക്ക് വേണ്ടിയിട്ടാ? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാപങ്ങളൊക്കെ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് രത്നാകരൻ പറയുന്നു. അപ്പോഴാണ് സപ്തർഷികൾ ചോദിക്കുന്നത്, നീയെ ചെയ്യുന്ന ഈ പാപങ്ങളുടെ ഫലം നിന്റെ ഭാര്യയും കുട്ടികളൊക്കെ അനുഭവിക്കാൻ, അവരും കൂടി നിന്റെ കൂടെ അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ, എന്നാൽ ഞാൻ ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് സപ്തർഷികൾ തന്നെ രത്നാകരനെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അവിടെ പോയിട്ട് രത്നാകരനെ വിളിച്ച് ചോദിച്ചു ഭാര്യയുടെ അടുത്ത്, എന്താ ചോദിക്കാൻ പറഞ്ഞേ? ഞാൻ ചെയ്യുന്ന ഈ പാപങ്ങളുടെ ഫലം നിങ്ങൾ കൂടി എൻ്റെ കൂടെ അനുഭവിക്കുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞയച്ചപ്പോൾ രത്നാകരൻ്റെ ഭാര്യ അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം, ഭാരതത്തിലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചേർക്കാൻ സാധിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മന്ത്രം രത്നാകരൻ്റെ ഭാര്യ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ മന്ത്രം? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. രാവിലെ ജപിക്കണ മന്ത്രം കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത് ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന നമ്മൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ജപിക്കാവുന്ന ഈ കർക്കിടക മാസത്തിൽ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ജപിക്കാവുന്ന വലിയൊരു മന്ത്രമാണ് എന്ത്? ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഞാൻ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഞാൻ ചെയ്യുന്ന ഏതൊരു പാപത്തിൻ്റെയും ഫലം അനുഭവിക്കാൻ എനിക്ക് പാപത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ നോക്കി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താ മന്ത്രം ജപിക്കാന്നറിയോ? സമുദ്രവസനേ ദേവി പർവ്വതസ്ഥല മണ്ഡലേ. കേട്ടിട്ടുണ്ടോ? ഭൂമിയിൽ തൊട്ടുകൊണ്ട് മന്ത്രം ജപിച്ച് നമുക്ക് താഴേക്ക് ഇറങ്ങാം. കട്ടിലാണെങ്കിൽ ഞാൻ ഈ പവിത്രമായ ഈ ഭൂമിയെ നമ്മൾ ആരായിട്ട് കണക്കാക്കുന്നത്? ഭൂമി ദേവിയായിട്ട് കണക്കാക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള ദേവിയെ നമ്മൾ ചവിട്ടുകയാണ്. നിങ്ങൾ അത് കഴിഞ്ഞ് കുളിക്കാൻ പോയാൽ എന്താ? അവിടെയും മന്ത്രം ഗംഗേ യമുനേ ചേവാ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു. എന്താ മന്ത്രം? നമ്മൾ ബാത്റൂമിലാണ് കുളിക്കുന്നതെങ്കിലും ഈ പുണ്യനദികളിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെള്ളം പുണ്യനദിയിലെ വെള്ളമായി മാറി എന്നെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. ശരിയോ? അത് കഴിഞ്ഞാലോ കഴിക്കുമ്പോഴും മന്ത്രം അല്ലേ? കഴിക്കുമ്പോൾ മന്ത്രം ജപിക്കാറുണ്ടോ?
ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു നിത്യ ദിവസം തുടങ്ങുന്നത് തന്നെ ഈ മന്ത്രോച്ചാരണങ്ങളിലൂടെ തുടങ്ങുന്ന മന്ത്രം നമുക്ക് കിടന്നുറങ്ങുന്നവരെയും ജപിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എന്ത് വേണം? കുളി കഴിഞ്ഞ് വന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ മന്ത്രം, പല്ല് തേക്കുമ്പോൾ മന്ത്രം, മനസ്സിലായോ? ഇങ്ങനെ മന്ത്രജപങ്ങളിലൂടെയുള്ള ഒരു ജീവിതചര്യ. അങ്ങനെ മന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് ഈ മന്ത്രങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശക്തിയെ ഉയർത്താൻ സാധിക്കും. മനസ്സിലായില്ലേ? ആ മന്ത്രജപങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശക്തിയെ മുകളിലോട്ട് ഉയർത്തേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുക എന്നതാണ്. ഈ മന്ത്രങ്ങളൊക്കെ ഇനിയിപ്പോൾ എനിക്ക് അയ്യോ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ പഠിക്കാൻ പറ്റും, ഇനിയിപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ പറ്റില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രമാണ്. എന്താ മന്ത്രം പറഞ്ഞത്? രാമരാമ എന്നെങ്കിലും ജപിക്കുക. ആരോടും ചോദിക്കണ്ടല്ലോ. എപ്പോഴാണ് ജപിക്കേണ്ടത്? എപ്പോഴാണ് ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കേണ്ടത്? എപ്പോഴാണ് ജപിക്കുക? രാവിലെ വൈകുന്നേരത്തോ? സന്ധ്യാസമയങ്ങളിൽ അല്ലേ? സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെയുള്ള ധ്യാന ശ്ലോകങ്ങളും മന്ത്രങ്ങളൊക്കെ ജപിക്കുക. എന്താ ഈ സന്ധ്യാസമയം? എപ്പോഴാ സന്ധ്യകൾ? എത്ര സന്ധ്യയുണ്ട് ഒരു ദിവസം? എത്ര സന്ധ്യയുണ്ട്? 2 അല്ലേ? പിന്നെ ഇനിയുണ്ടോ? ഒരു സന്ധ്യ അല്ലല്ലോ അല്ലേ? നമ്മൾ എവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിൽ തന്നെ തക്കണേ. ഒരാൾ 1 പറയും, ഒരാൾ 2 പറയും, ഒരാൾ 3 പറയും. ഇങ്ങനെ തക്കാണ്. അതാണ് ഒരു കൃത്യതയിലേക്ക് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ലേ, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അത് 1, 2, 3 എന്നൊക്കെ പറയാനായല്ലോ, അതിൻ്റെ വലിയ കാര്യമല്ലേ അല്ലേ? അപ്പം നമുക്ക് ആധ്യാത്മികമായി ഉയർന്ന ഒരാളെ സംബന്ധിച്ച് 3 സന്ധ്യകളുണ്ട്. അതല്ലാത്ത സാധാരണ ഭക്തനെ സംബന്ധിച്ച് 2 സന്ധ്യകളുണ്ട്. എന്താ 2 സന്ധ്യ? സൂര്യകിരണങ്ങളുടെ ശക്തി കുറയുകയും ചന്ദ്രകിരണങ്ങൾ ശക്തി ആർജിച്ചിട്ടുമില്ല. അതേതാ സന്ധ്യ? വൈകുന്നേരത്തെ സന്ധ്യ അല്ലേ? അപ്പൊ എന്തായി? സൂര്യകിരണങ്ങളുടെ ശക്തി കുറഞ്ഞു, ചന്ദ്രകിരണം ശക്തി ആർജിച്ചോ? ആയിട്ടില്ല. അപ്പോൾ ആ സന്ധ്യ. എങ്ങനെ നമ്മൾ സന്ധ്യ മനസ്സിലാക്കുക? എങ്ങനെ? ബാറ്റ് പിടിച്ച് സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സന്ധ്യ. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇപ്പൊ സന്ധ്യ ഏകദേശം മനസ്സിലായില്ലേ? ബാറ്റും പിടിച്ച് സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹിന്ദുവിന്റെ സന്ധ്യ. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. അപ്പൊ ചന്ദ്രകിരണങ്ങളുടെ ശക്തി കുറയുകയും സൂര്യകിരണങ്ങളുടെ ശക്തി ആർജിച്ചിട്ടുമില്ല. അതേതാ സന്ധ്യ? രാവിലത്തെ സന്ധ്യ അല്ലേ? എത്ര മണിക്ക് എഴുന്നേക്കണം രാവിലെ? സമയമുള്ള ഒരു സമയത്ത് നമ്മൾ എഴുന്നേക്കും. വാച്ചിലൊരു സമയത്ത് നമ്മൾ എഴുന്നേക്കും. കുട്ടിയെ സ്കൂളിലേക്ക് പോകാൻ പാകത്തിന് ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ട്. അതിനുവേണ്ടി കഠിനമായ അധ്വാനം നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങോട്ട് എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് പാത്രത്തിൽ ചോറൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് കയറ്റി വിടും. അതന്നെയാണ് നമ്മുടെ സന്ധ്യ. ഇതന്നെ നമ്മുടെ ബ്രഹ്മമുഹൂർത്തം അല്ലേ? രാവിലെ ഒരു 5 മണിക്കെങ്കിലും ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നാണ്. ഇനിയിപ്പോൾ അതൊക്കെ വിടുക. കുറച്ചെങ്കിലും നേരത്തെ എഴുന്നേൽക്കാൻ ശീലിക്കണം. മനസ്സിലായോ? ഈ കുട്ടികളെ എഴുന്നേൽപ്പിക്കാനും ശീലിക്കണം. ഞാൻ ചോദിച്ചു അങ്ങോട്ട് എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു കുട്ടികളൊക്കെ ഉണ്ടാവുമോ നമ്മുടെ ഇവിടെ ചോദിച്ചു. പിന്നെ നിങ്ങളെല്ലാവരും കുട്ടികളായതുകൊണ്ട് എനിക്ക് പിന്നെ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഒരു കുട്ടിയെങ്കിലും പേരിന് എൻ്റെ മുന്നിലുണ്ടല്ലോ. അപ്പം നമ്മുടെ അമ്മമാർ മതി. ആദ്യം ഇതൊക്കെ പഠിക്കേണ്ടത് അമ്മമാരാ. അമ്മമാർ പഠിച്ച് അച്ഛന്മാരും അമ്മമാരും കൂടി ആർക്ക് കൊടുക്കണം? കുട്ടിക്ക് കൊടുക്കണം. നിങ്ങൾ ദിവസവും കുളിക്കുക, കൃത്യസമയത്ത് സ്വാമി റൂമിന്റെ മുന്നിൽ പോയിരിക്കുക, അവിടെ ഇരുന്ന് നാമം ചെല്ലാൻ തുടങ്ങുക. അപ്പോഴാണ് ആര് വന്നിരിക്കും? അടുത്ത് ആര് വരൂ അല്ലേ? നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളില് അടുക്കളയില് ഫോണും വെച്ച് യൂട്യൂബും കണ്ടുകൊണ്ടിരുന്ന് കുട്ടിയോട് കുളിക്ക് നീ പോയി വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി പോയി വിളക്ക് കത്തിക്കുമോ? കുളിക്കുമോ? ഇല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ മാതൃകയായി മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അവരും നമ്മുടെ കൂടെ വരിക. അപ്പൊ സന്ധ്യാസമയങ്ങളിൽ നാമം ജപിക്കണം. സന്ധ്യാസമയങ്ങളിൽ നാമം ജപിക്കണം. രാവിലെയും വൈകുന്നേരം നാമം ജപിക്കുക മിനിമം. ഞാൻ എന്താ പറഞ്ഞ്? ആത്മീയമായി ഉയർന്ന ഒരു ശബരിമലയ്ക്ക് മാലയിട്ട ഒരാളെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് കൂടി ഒരു സന്ധ്യയുണ്ട്. മനസ്സിലായോ? ഉച്ചയ്ക്ക് കൂടി കുളിച്ചിട്ടേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കൂ അല്ലേ സ്വാമിമാര്? അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് വരും. അപ്പോൾ സാധാരണക്കാരായ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ജോലികളുണ്ട്, അതിന് പോകേണ്ട ഭാഗത്തിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും നമ്മുടെ കുട്ടികളെ ഒരു 5 മിനിറ്റ്, 24 മണിക്കൂറുണ്ടല്ലോ, അതിലൊരു 5 മിനിറ്റോ 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ശുദ്ധമായ സ്ഥലത്ത് വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ഇരുന്ന് കുറച്ചെങ്കിലും ഒരു നാമജപം, കുളിച്ച് കുറിയിടുക, ഭസ്മധാരണം നടത്തുക, വൈകുന്നേരത്ത് രാവിലെയും കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നാമം ജപിക്കാൻ പഠിക്കുക. ഈ നാമജപമാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനസ്സിനെ എല്ലാം മാറ്റിയെടുക്കുക. അത്രേ. ഭാഗവത സപ്താഹം കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ട് അല്ലേ? ഭാഗവത സപ്താഹം കേൾക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സത്യം, ആത്മനിവേദനം. ശ്രവണം എന്താണ്? നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പദ്ധതി.
ഈ ശ്രവണം എന്ന ഒറ്റ പദ്ധതിയിലൂടെ വേണമെങ്കിൽ ആത്മസാക്ഷാത്കാരമാകാമെന്ന ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്നായിരുന്നു 9 പദ്ധതികളുണ്ട്. ശ്രവണം, കീർത്തനം. എന്താ കീർത്തനം? കീർത്തിക്കുക. ആരെ? ഭഗവാനെ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. ആരെ സ്മരിക്കുക? തലേദിവസം കഴിഞ്ഞ സീരിയലത്തെ കഥയെ സ്മരിച്ചുകൊണ്ട് രാവിലെ ചോറ് എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടുക. അതാണോ? ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കണം, ഒരു സംശയമില്ല. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, ബാക്കിയൊക്കെ ചെയ്യാം. അത് നടക്കുന്ന കാര്യമല്ല. അത് ഭഗവാനിലേക്ക് മാറ്റുക. പാദസേവ ആർക്കാ ചെയ്യേണ്ടത്? സ്വന്തം അച്ഛനും അമ്മയും നമ്മുടെ ഗുരുനാഥന്മാരുമാണ് നമുക്ക് പാദസേവ ചെയ്യാനുള്ളത്. മനസ്സിലായോ? അതിന്റെ കൂട്ടത്തിൽ ഭഗവാനും. അച്ഛൻ, അമ്മ, മാതാ, പിതാ, ഗുരു, ദൈവം. അല്ലേ? 4ാം സ്ഥാനത്താണ് ദൈവം ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആർക്കാ പാദസേവ? സ്വന്തം അമ്മയ്ക്ക്, അച്ഛന്, ഗുരുവിന്, കൂട്ടത്തിൽ ഭഗവാനും. സ്മരണം, പാദസേവനം, അർച്ചനം, ഭഗവാനെ അർച്ചിക്കുക. വിശദമായിട്ട് പറയാൻ നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള 9 വഴികളിലൂടെ വേണമെങ്കിൽ ആത്മസാക്ഷാത്കാരമാകാം. കീർത്തനങ്ങൾ കൊണ്ട് ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാളുണ്ട്, മീരാഭായ്. കേട്ടിട്ടുണ്ടോ? ഭഗവാന്റെ പാട്ട് പാടി അവര് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലേക്ക് പോയി എന്നാണ് കഥ. മനസ്സിലായോ? പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ അവര് ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ. എന്താ ചെയ്ത്? ഭഗവാന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ ജപിച്ചു. അങ്ങനെ അവരതിൽ ലയിച്ചു പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ ശ്രവണത്തിലൂടെ നമുക്ക് തുടങ്ങാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് വന്നു ചേരും. ഇങ്ങനെയുള്ള 9 വഴികളിലൂടെ ഈ മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പല പ്രാവശ്യമായി പറയുന്നു അല്ലേ? ആ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു വഴിയാണ് എന്ത്? നാമജപം. നാമജപമാവാം, ലളിതാ സഹസ്രനാമജപം, വിഷ്ണു സഹസ്രനാമം, നാരായണീയം, രാമായണം. ആധ്യാത്മികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ മുന്നിൽ എത്ര പുസ്തകം ഉണ്ടറിയോ പഠിക്കാൻ? ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ്. ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് പഠിക്കാൻ. വേദമാകുന്ന 4 പുസ്തകം കഴിഞ്ഞ് ഉപനിഷത്തുകൾ 108 കഴിഞ്ഞ് താഴോട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പം അവസാനം ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെ അറിയോ? പുരാണങ്ങളാകുന്ന, ഇതിഹാസമാകുന്ന രാമായണത്തിൽ വന്ന് നിൽക്കുക. എന്തുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ രാമായണത്തിന് ഇത്ര പ്രസക്തി? കാരണം വേദങ്ങൾ കണ്ടതാരെങ്കിലും ഉണ്ടോ? ഇതിൽ വേദങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉപനിഷത്തുകളും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? താഴേക്കുള്ള ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ മോൾത്തട്ടിലുള്ള ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? രാമായണം കണ്ടിട്ടുണ്ട് അല്ലേ? രാമായണത്തിലെ കഥകൾ കേട്ടിട്ടുണ്ട്. ഈ കർക്കിടക മാസം ഇപ്പം നമ്മൾ രാമായണ മാസമായി ആചരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ കർക്കിടക മാസം എന്ന് പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേതല കണ്ടിരുന്ന ഒരു മാസമാണ്. മൊത്തത്തിൽ ദാരിദ്ര്യമാണ്. എന്നിരുന്നാലും കർക്കിടകത്തിൽ എന്ത് സംഭവിക്കും? മഴയോ ആയിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും തൊഴിലില്ല, ഒരു പണിയില്ല, വെള്ളവും ചളിയും ഒക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടം. അസുഖങ്ങളാണെങ്കിൽ ധാരാളമായിട്ട്. എന്താ കാരണം? ഉത്തരായണ കാലം കഴിഞ്ഞ് ദക്ഷിണായന കാലത്തിലേക്ക് കടക്കുന്ന പ്രകൃതിയുടെ സന്തുലനാവസ്ഥ പോലും തകരാറിലാകുന്ന ഒരു സമയമാണ് കർക്കിടകം തുടങ്ങുന്നത്. മനസ്സിലായോ? ഇപ്പോഴാണ് കർക്കിടകം തുടങ്ങുക. ആ സന്തുലനാവസ്ഥ തകരാറാകുന്ന നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ട ഏറ്റവും കൂടുതൽ ഊർജം തരുന്നതാരാ? സൂര്യനാണ്. മനസ്സിലായോ? ആ സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോഴാണ് നമുക്ക് രാവിലെ ശക്തി ആർജിച്ചുകൊണ്ട് നമുക്ക് രാവിലെ അല്ലേ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് അവിടുന്ന്. അതുപോലും തടസ്സപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഈ കാർമേഘങ്ങൾ കൊണ്ടും മഴ കൊണ്ടൊക്കെ ആയിട്ട് തടസ്സപ്പെടുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു സത്യത്തിൽ കർക്കിടക മാസം. ആരോഗ്യപരമായി മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന ഒരു മാസങ്ങൾ. ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്ക് പിന്നെ പറയേ വേണ്ട അല്ലേ? എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ആ ഒരു കാലഘട്ടത്തെ മാനസികമായിട്ടുള്ള സംതൃപ്തിയും മാനസികമായിട്ടുള്ള ഉയർച്ചയ്ക്കും വേണ്ടിയാണ് ആധ്യാത്മിക മാസമായ രാമായണമായിട്ട് മാറിയത്. ഒരു സംശയമില്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് കർക്കിടക മാസം എന്ന് പറയുന്നത് എന്ത് മാസമല്ല? പഞ്ഞമാസമല്ല. ഇന്ന് ഏതെങ്കിലും വീട്ടിൽ അരി വെക്കാനില്ലാത്തൊരു വീടുണ്ടോ? ഗവൺമെന്റ് ധാരാളമായിട്ട് കോരി കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ബാക്കി വരികയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയില്ല ചില ആളുകൾക്ക്. മനസ്സിലായില്ലേ? അത്രയും ഉയർന്ന ഒരു നിലവാരത്തിന് മനുഷ്യൻ എത്തിയെങ്കിലും ആധ്യാത്മികമായിട്ട് നമ്മൾ കർക്കിടക മാസത്തെ രാമായണ മാസമായി ആചരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് കർക്കിടക മാസം ആചരിക്കും. എന്താ ഈ ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസം ആചരിക്കുന്നത്? എന്താ കാരണം? പണ്ടൊക്കെ വീടുകളിൽ ഇതൊക്കെ ആചരിച്ചിരുന്നു. എല്ലാ വീട്ടിലും വിളക്ക് കത്തിച്ച് വെച്ച് രാമായണ പാരായണം എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു അല്ലേ? ഇന്നിപ്പോൾ നമുക്ക് കൂട്ടത്തോടു കൂടി വന്ന് ചെയ്യാനും അത് കഴിഞ്ഞാൽ നമുക്ക് മിക്ക സ്ഥലങ്ങളിലും കഞ്ഞി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ കാര്യങ്ങൾ. ഇപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിൽ അല്ലേ ദിവസമുണ്ട് 10,000-ഓളം പേർക്ക് അവിടെ കഞ്ഞി വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ സ്ഥലങ്ങളിലും ഇപ്പം അത്
ഗംഭീരമായിട്ട് ഭക്തന്മാർ രാമായണ മാസം ആഘോഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ശരിയല്ലേ? ഇപ്പം അത് കർക്കിടക മാസത്തിൻ്റെ പഞ്ഞമാസത്തിൻ്റെ മാസം മാറി ഇപ്പം ആഘോഷത്തിൻ്റെ ഒരു നിലയിലേക്ക് കർക്കിടക മാസം ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി ഊർജിതമാകും. അതിൻ്റെ കൂട്ടത്തിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മികതയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സാധകരുടെ കാലം കൂടിയാണ്. മനസ്സിലായോ? ഈ വക കാര്യങ്ങളൊക്കെ കേൾക്കുക. കാരണം വേറെ ഏത് മാസത്തിലില്ല. ചിങ്ങം കൂടെ തുടങ്ങിയാൽ പിന്നെ രാമനും ഇല്ല, ലക്ഷ്മണനും ഇല്ല. ഉണ്ടാവും. കർക്കിടകം 31 കഴിഞ്ഞു കഴിഞ്ഞാൽ പാലം കടക്കും വരെ നാരായണ, പാലം കടന്നപ്പോൾ എന്തായി? ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഒരു സംശയമില്ല. പിന്നെ രാമനെ അറിയില്ല, കൃഷ്ണനെ അറിയില്ല. പിന്നെ നമുക്ക് ആരെ അറിയാം? മഹാബലിനെ അറിയാം. വാമനനെ നമുക്കറിയില്ല. ഭഗവാന്റെ അവതാരം വാമനനാണ്. പക്ഷെ ആ വാമനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. വാമനെ അറിയില്ല. നമുക്ക് ആരെ അറിയാം? കൊമ്പും കൊടവയറും മീശയൊക്കെ ഉള്ള മഹാബലിനെയും പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നടത്തം. അപ്പോൾ ഈ രാമായണ മാസം എന്തായാലും രാമനെ പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കാൻ ശീലിച്ചതും ഇത് കഴിഞ്ഞിട്ടുള്ള ചിങ്ങമാസത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ എല്ലാ കഥയും മാറി. വീടുകളിലെല്ലാം ആഘോഷങ്ങളായി, സമ്പൽ സമൃദ്ധി, നെല്ല് വന്ന് കുമിഞ്ഞു കൂടുന്ന കാലമായി അല്ലേ? അത്യാവശ്യം പണികൾ തുടങ്ങി, എല്ലാവരുടെ പൈസയായി. അപ്പോഴാണ് ഈ പറഞ്ഞത് പാലം കടക്കും വരെ ഉള്ളൂ എന്ത്? ഈ ഈശ്വരീയ ചിന്ത. അങ്ങനെ ആവരുത്. നമ്മുടെ ഈശ്വരീയ ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം. എന്നും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈശ്വര ചിന്തകൾ വേണം. എന്നിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് ഒരു സമർപ്പണമെങ്കിലും ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തേക്ക് നമുക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി. എങ്ങനെ അടുത്ത ജന്മം എന്നറിയോ? നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളുടെ ആകെ തുക എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് അടുത്ത ജന്മം തരിക. ഒരു സംശയം വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കല്ലായും മരമായും മൃഗമായും പട്ടിയായും പൂച്ചയായും ഒക്കെ ജീവിച്ചിട്ടുള്ള ആളുകളാണ് മനുഷ്യരായി ജനിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ അടുത്ത് നമുക്കൊരു ജന്മം തരണമെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ആകെ തുക എടുത്തുകൊണ്ടാണ് നമുക്ക് അടുത്ത ജന്മം. ഒരേ ഒരു കാര്യത്തിനെങ്കിലും ശ്രദ്ധിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. എൻ്റെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവൻ്റെ കണ്ണുനീര് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി 9 വഴികളെക്കുറിച്ച് പറഞ്ഞു. അതല്ലാതെ വേറൊരു എളുപ്പ വഴിയുണ്ട് അല്ലേ? ഇൻസ്റ്റൻറ്റ് പാലട ഉണ്ടാക്കണ പോലെ. ഇപ്പോൾ പാലട ഉണ്ടാക്കാൻ പറഞ്ഞാൽ പണി കുറച്ചല്ലേ? പാലൊക്കെ മേടിച്ച് കുറുക്കിയൊക്കെ ഉണ്ടാക്കാൻ പണിയാണ് അല്ലേ? ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കണം. നമ്മൾക്ക് എല്ലാം ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. എന്താ അത്? എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്നവിടെ ചൊല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഏതാ ഈ 6 പടി? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരികെ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോമ്പൗണ്ടിൻ്റെ മുന്നിൽ ഒരു പടിയുണ്ട്. ആദ്യത്തെ പടി അവിടെ നിന്ന് കോമ്പൗണ്ട് കടക്കുമ്പോൾ 2ാമത്തെ പടി. ഇങ്ങനെ എണ്ണി വന്നിട്ട് അവസാനം തിരുമേനിൻ്റെ അടുത്ത് നടക്കിലെത്തിയാൽ പറയാം, എൻ്റെ ഇനി 6ാമത്തെ പടിയെ തിരുമേനി, ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയാൽ എന്ത് സംഭവിക്കും? എനിക്ക് ഈശ്വര സാക്ഷാത്കാരമായി. അതുകൊണ്ടൊന്ന് തുറന്നു തരണം പറയാം. നടക്കുമോ? അതാണോ ഈ 6 പടികൾ? അല്ല അല്ലേ? ഈ മനുഷ്യ ശരീരമാകുന്ന നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മമായി പറയുന്ന 6 പടികളുണ്ട് എന്നാണ് പറയുന്നത്. അതിനെ ഉയർത്തുക എന്നതാണ്. ആജ്ഞാചക്രം, വിശുദ്ധി ചക്രം, അനാഹത ചക്രം, മണിപൂരകം, സ്വാധിഷ്ഠാനം, മൂലാധാരം. മൂലാധാരത്തിൽ 3 ചുറ്റായി സർപ്പാകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉയർത്തി സഹസ്രാരപത്മമാകുന്ന ശിവനിലേക്ക് ആ ദേവിയെ നിങ്ങൾക്ക് എന്ന് എത്തിക്കാൻ സാധിക്കുന്നുവോ എത്തിച്ചാൽ നിങ്ങൾ ആരായിത്തീരും? ഈശ്വരനായിത്തീരും. അങ്ങനെ ആയ ആളുകളുടെ ആരെങ്കിലും ഒരാളുടെ പേര് പറയൂ. ശ്രീനാരായണ ഗുരുദേവൻ, ശങ്കരാചാര്യർ, ചട്ടമ്പി സ്വാമികൾ അല്ലേ? ഇവരൊക്കെ അങ്ങനെ ഉയർന്ന നിലവാരത്തിൽ സഹസ്രാരപത്മത്തിലേക്ക് ഈശ്വരീയമായ ദേവിയുടെ ശക്തിയെ മുകളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ആകുമ്പോഴാണ് ആരായിത്തീരുക? ഈശ്വരനായിത്തീരുക. മനസ്സിലായി? അപ്പോൾ ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് അപ്പോൾ ഈ മൂലാധാരം എന്ന് പറയുന്ന ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് അവിടെ പാമ്പിനെ പോലെ ചുറ്റിപ്പിടഞ്ഞ് കിടക്കുന്ന ഒരു സാധനമാണ്. അവിടെ നമുക്ക് നാമജപങ്ങളാകുന്ന അടികൾ കൊണ്ട് മാത്രമേ അത് ഉണരുള്ളൂ. മനസ്സിലായോ? ആത്മീയമായ കാര്യങ്ങളും നാമജപങ്ങളുടെ അടികളും. ഈ അടിയാണ് ഈ ശക്തിയെ ഉയർത്തി കൊണ്ടുവരുന്നത്. അങ്ങനെ ഉയർന്നു വരുന്ന കുറേ ആചാര്യന്മാർ ഇപ്പോൾ സഹസ്രാരപത്മത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും കുറേ ആളുകളൊക്കെ നമ്മുടെ ഉള്ളിലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പനിയാണെന്ന് പറഞ്ഞ് സ്വാമിയുടെ അടുത്ത് പോയാൽ അയാൾ ഒരു ചരട് കെട്ടി തരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നാൽ പനി മാറി ചരട് കെട്ടി ഊതി തരിക അല്ലേ? അപ്പം അവര് ഈശ്വരീയമായി കുറച്ചൊക്കെ ഓരോ പടികളൊക്കെ ഉയർന്ന ആളുകളാണ്. മനസ്സിലായോ? അങ്ങനെ കുറച്ച് അതിന് എന്ത് വേണം? നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടണം. നല്ല നിങ്ങളെ പോലുള്ള നല്ല 2 ആൾ കൂടിയാൽ
എന്താ സംഭവിക്കുക? എത്രയോ വഴികൾ തുറന്നു കിട്ടും. നന്നല്ലാത്തവരായിട്ട് കൂട്ടുകൂട്ടിയാലോ വഴികളൊന്നും ഉണ്ടാവില്ല. ഒരു പാലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആര് വന്നു? മോശമായിട്ടുള്ള രണ്ടാളുകൾ വന്നു. മനസ്സിലായോ? അപ്പൊ രണ്ടാളും കൂടി എന്താ ചെയ്ത്? ഒരേ വഴിയുള്ളൂ അവർക്ക്, നടുവ് കൂടെ കൂടെ വന്നു രണ്ടാളും കൂടി അവിടെ തമ്മത്തല്ലി. അല്ലേ? ഒറ്റ വഴിയുള്ളൂ. ഒരു നല്ലവനായ മനുഷ്യനും ഒരു ചീത്തയായ മനുഷ്യനും വന്നപ്പോൾ നല്ലവനായ മനുഷ്യൻ ഒരു കാര്യം തീരുമാനിച്ചു. അദ്ദേഹത്തിന് എന്തായാലും ഒരാൾക്ക് കടക്കാനുള്ള വഴിയുള്ളൂ. അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ഞാൻ എന്തായാലും ഈ പാലത്തിലൂടെ കടക്കുന്നില്ല, ഞാൻ ഈ താഴത്തെ വഴിയിലൂടെ കടക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. ദേഷ്യപ്പെട്ട് വരുന്ന തലകെട്ടുകാരൻ നേരെ വരും ചെയ്തു. അപ്പോൾ നല്ലവനും ചീത്തയുമായ മനുഷ്യൻ രണ്ടാളും കൂടി വന്നപ്പോൾ അവിടെ എത്ര വഴികൾ വന്നു? 2 വഴി വന്നു. നല്ലവനുമായ രണ്ടാളുകൾ 2 ഭാഗത്ത് വന്നിങ്ങനെ നിന്നു. അപ്പോഴാണ് ഈ തലയ്ക്ക് നിൽക്കുന്ന ആൾ തീരുമാനിച്ചു, അദ്ദേഹം ഈ വഴി വന്നോട്ടെ, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ താഴത്തെ വഴിയിലൂടെ ഇറങ്ങിപ്പോവാം, വലത് ഭാഗത്തെ വഴിയിലൂടെ അങ്ങോട്ട് കടക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം എന്ത് തീരുമാനിച്ചു? അദ്ദേഹം ഈ വഴി വന്നോട്ടെ, ഞാൻ ഇടതു ഭാഗത്തെ താഴത്തെ വഴിയിലൂടെ കടക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ നല്ലവരായ 2 മനുഷ്യന്മാർ ചേർന്നപ്പോൾ എത്ര വഴി കിട്ടി? അവിടെ 3 വഴി കിട്ടി. തലയെക്കെട്ടുള്ള ആളുകൾ വന്നാലുള്ള സ്ഥിതി എന്താ? അവരുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ മനസ്സിലാകുന്ന അന്ധകാരമാകുന്ന നമ്മുടെ മനസ്സിൽ വെളിച്ചം വീശിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉന്നമനം ഉണ്ടാവൂ. അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിന്റെ ശുദ്ധിക്ക് അനുസരിച്ചാണ്. നമ്മുടെ മനസ്സാകുന്ന ഹൃദയം എന്ന് പറഞ്ഞിടത്താണോ നമ്മളെല്ലാം ഇരിക്കുന്നത്? അല്ലേ? നമ്മൾ പറയുമ്പോൾ എന്താ പറയാ? നമ്മുടെ ഹൃദയം ശുദ്ധമാണ് എന്നിങ്ങനെ വിളിച്ചു പറയും മൈക്കേലേ. അങ്ങനെയാണോ? ആണോ? ശുദ്ധമായ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അന്ധകാരമാകുന്ന ഒരു കറുപ്പും ഇരുട്ടും ഇല്ലാത്ത ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ വരിക എന്നറിയോ? ശുദ്ധമായ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടത്തിലേക്ക് ആരൊക്കെ വരിക? നല്ല നല്ല സുഗന്ധമുള്ള നിറങ്ങളുള്ള കുറേ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടമാണെങ്കിൽ അവിടെ ആര് വരും? വണ്ടുകൾ വരും. പിന്നെ ആരെ വരിക? പൂമ്പാറ്റകൾ വരും. എന്തിനു വരും? തേൻ കുടിക്കാൻ വരും വണ്ടുകൾ. പൂമ്പാറ്റകൾ വരും. നിറങ്ങളുള്ള പൂമ്പാറ്റകളൊക്കെ വരും. അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സ് പൂന്തോട്ടമാക്കി വെക്കാൻ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കഠിനമായ പ്രയത്നം ചെയ്യണം. എന്താ കാരണം? എന്തുകൊണ്ട് ഈ കഠിനമായ പ്രയത്നം? ഒരു പ്രാവശ്യം അങ്ങനെ ആക്കി വെച്ചാൽ പോരെ? ഇവിടെ ഇപ്പോൾ വെളിച്ചുണ്ട് അല്ലേ? ഇവിടെ ഇപ്പം എന്തുണ്ട്? ഇവിടെ ഇരുട്ടുണ്ടോ? ഇവിടെ ഇരുട്ടുണ്ടോ? ഇല്ലേ? ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യാൻ പറയട്ടെ. അപ്പൊ എന്താ പറയുള്ളത്? ഇരുട്ടാവും. അപ്പൊ ഇവിടെ ആൾറെഡി ഇരുട്ടുണ്ടല്ലോ. ഇവിടെ ഇരുട്ട് പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വെളിച്ചം ഇവിടെ വന്നത് കൊണ്ടാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കത്തി നിൽക്കുന്ന ദീപങ്ങളാകുന്ന പ്രകാശം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഇരുട്ടില്ലാതിരിക്കുന്നത്. ഇരുട്ട് എന്ന് പറയുന്ന സാധനം അവിടെ ആൾറെഡി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഇപ്പൊ ഇരുട്ടുണ്ട്. ഞാൻ ഇപ്പൊ ചന്ദ്രേട്ടനെ വിളിച്ചു, ചന്ദ്രേട്ട ആ സ്വിച്ചൊക്കെ ഒന്ന് ഓഫ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സ്വിച്ചൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മളൊക്കെ അന്ധകാരത്തിലായി. നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പൂന്തോട്ടമാക്കി വെക്കുന്നതിന് പകരം മോശമായ രീതിയിൽ, അല്ലേ? അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ വേസ്റ്റുകളൊക്കെ വരും. എന്തൊക്കെയാണ് വേസ്റ്റ് വരിക? ചിക്കൻ കഴിച്ചതിൻ്റെ കഷ്ണങ്ങൾ, പച്ചക്കറി അരിഞ്ഞതിൻ്റെ കഷ്ണങ്ങൾ, നാളികേരിപ്പൂള് നിലത്ത് വീണതിൻ്റെ കഷ്ണങ്ങൾ എല്ലാം എടുത്ത് ഇഡ്ഡലിപ്പൊട്ട്, ദോശപ്പൊട്ട് ഒക്കെ കൂടി ഇങ്ങനെ കിട്ടൂലേ വേസ്റ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അത് നമ്മുടെ വീടിൻ്റെ പുറത്തൊരു ബക്കറ്റ് കൊണ്ടുപോയിട്ട് ഇട്ട് വെക്കില്ലേ? അപ്പം നിങ്ങൾ വിളിക്കും വേണ്ട, പറയും വേണ്ട, ആരെയും അന്വേഷിക്കും വേണ്ട. കുറച്ച് ദിവസങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആരും വിളിക്കാതെ കുറേ ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് ആ ബക്കറ്റ് ഒന്ന് ഇളക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആരെ കാണാൻ സാധിക്കുക? പുഴുക്കൾ വന്നിട്ടുണ്ടാവും, അല്ലേ? വണ്ടുകളൊക്കെ അതൊക്കെ വന്ന് തിന്നുന്ന വണ്ടുകൾ ഉണ്ടാവും. മഹാമോശമായിട്ടുള്ള ഉപദ്രവകാരികളായ കുറേ സാധനങ്ങൾ വരും. അപ്പം നമ്മുടെ മനസ്സിനെ എങ്ങനെ വെക്കണം എന്നാണ് പറയുന്നത്? അന്ധകാരമില്ലാതെയാക്കി വിളക്ക് കത്തിച്ച് തിരുനാളങ്ങളുള്ള പ്രകാശപൂരിതമായി നമ്മുടെ മനസ്സിനെ എന്നും നിലനിർത്തണമെങ്കിൽ നമുക്ക് ഈ ഈശ്വരീയമായ ചിന്തകളിലൂടെ മാത്രം കടന്നാലേ സാധിക്കുള്ളൂ. ഒരു സംശയമില്ല. അതിനുവേണ്ടിയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി എന്തുണ്ടാക്കി തന്നു? ഈ ആത്മീയമായ കാര്യങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരണം. ഈ സാധാരണക്കാരനായ ഭക്തൻ കലിയുഗത്തിൽ ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അവൻ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് തീരുമാനിച്ചു? അവന് കുറച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. രാവണനും കുംഭകർണനും ഒക്കെ ക്ഷേത്രത്തിലാണ് പൂജ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? അവരാരും ബ്രഹ്മാവിനെയൊക്കെ പ്രത്യക്ഷപ്പെടുത്താൻ എവിടെ പോയിട്ടാണ് തപസ് ചെയ്തിരുന്നത്? കാടിലും മലയിലും ഒക്കെ മുകളിൽ പോയിരുന്ന് കഠിനമായ തപസ്സുകൾ ചെയ്തിട്ടാണ് അവർ ഓരോരുത്തരെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ കലിയുഗത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യനെ ഈ ഈശ്വരീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതുമായി ജീവിക്കുന്നതിനും ഈ മനുഷ്യനെ ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടാക്കി തന്ന പദ്ധതിയാണ് ക്ഷേത്രങ്ങൾ.
മനസ്സിലായോ? ആ ക്ഷേത്രങ്ങളിലെങ്കിലും പോയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിക്കുക എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ക്ഷേത്രങ്ങളുണ്ടായി. ശങ്കരാചാര്യർക്ക് ശേഷമൊക്കെയാണ് ക്ഷേത്രങ്ങൾ ധാരാളമായിട്ടും വന്നത്. ഇദ്ദേഹമാണ് പ്രതിഷ്ഠകളൊക്കെ കൂടുതലായി ചെയ്തിട്ടുള്ളത്. അവിടെ നിങ്ങളാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് നമ്മളിപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ജനിച്ചപ്പോൾ തൊട്ട് പോകുന്നുണ്ട് അല്ലേ? ക്ഷേത്രത്തിലേക്ക് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് പോകുന്നുണ്ട്. നമ്മുടെ മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്നും തൊഴുതിട്ട് വന്നിട്ടാണ് നമ്മളിവിടെയൊക്കെ ഇരിക്കുന്നത്. എന്താ ഈ ക്ഷേത്രം പറഞ്ഞ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ദിവസവും അമ്മ പറഞ്ഞ് കുളിക്കാൻ പറഞ്ഞു, കുളിച്ചു. കയ്യിൽ 10 രൂപ എടുത്തോളാൻ പറഞ്ഞു, 10 രൂപ എടുത്തു. നേരെ അമ്പലത്തിൻ്റെ മുന്നിൽ പോയി തിരുമേൻ്റെ അവിടെ പോയി 4 വലം വെച്ചു. വലം വെച്ചിട്ട് പൈസ കൊടുത്തു. തിരുമേനി കുറച്ച് തീർത്ഥം തന്നു, കുറച്ച് പ്രസാദം തന്നു. തന്നെ ക്ഷേത്രം. അങ്ങനെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നല്ല പറഞ്ഞത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് എന്താണോ അതാണ് എന്ത്? ക്ഷേത്രം. എന്താ ഈ ക്ഷയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക? എന്തൊക്കെ ക്ഷയ നമുക്ക് സംഭവിക്കുക? എന്തൊക്കെ ക്ഷയ? മാനസികമായ ക്ഷയം സംഭവിക്കും, ശാരീരികമായ 2 തരത്തിലുള്ള ക്ഷയങ്ങളാണ് മനുഷ്യന് സംഭവിക്കുക. അപ്പം നമ്മളെ മാനസികമായ ക്ഷയത്തു നിന്നും ശാരീരികമായ ക്ഷയത്തു നിന്നും ഒക്കെ പണ്ട് കാലത്ത് ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചിരുന്നു, സംശയമൊന്നുമില്ല. ക്ഷേത്രങ്ങളിൽ നമുക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചം. എങ്ങനെ പ്രപഞ്ചം ഉണ്ടായ? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ പ്രപഞ്ചം, പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങളുടെ പ്രതീകാത്മകമായി നടക്കുന്ന പൂജ. മനസ്സിലായി ഇപ്പോൾ പറഞ്ഞത്? ഈ ഭൂമി ഉണ്ടായിരിക്കുന്ന എന്തിനാ? പഞ്ചഭൂതങ്ങളിൽ നിന്നാ. എന്താ പഞ്ചഭൂതം? മണപ്പുള്ളിക്കാവിൽ വരുന്ന ചപ്പലഭൂതം. പിന്നെന്തൊക്കെയാ എന്നുണ്ട്? ഏതൊക്കെ ഭൂതങ്ങളാ? നമുക്കറിയുന്ന ഭൂതങ്ങൾ ഏതൊക്കെയാ? ഞങ്ങളുടെ അവിടെ ഇഷ്ടം പോലെ ഭൂതാണെന്ന്. റോട്ടിൽ കൂടെ എത്ര ഭൂതങ്ങളാണ് രാവിലെ ആയാൽ നിങ്ങളൊന്ന് വന്നാൽ മതി സ്വാമി, ഞാൻ കാണിത്തരാം. ഇഷ്ടം പോലെ ഭൂതങ്ങൾ. അതാണ് ഭൂതങ്ങൾ അല്ല. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഭൂമി, ഭൂമിക്ക് മേലെ ജലം, ജലത്തിൽ പിന്നെ ആകാശം, അല്ല അഗ്നി, അഗ്നിക്ക് മേലെ വായു, വായുവിന് മേലെ ആകാശം. ഇതെന്താ എങ്ങനെ കാണിച്ചതെന്ന് അറിയോ? നിങ്ങൾക്കൊന്നും മനസ്സിലായിക്കോട്ടെ വേണ്ട. ഏറ്റവും താഴെ തട്ടിൽ ചെറുവിരലിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഭൂമിയാണ്. അതിൻ്റെ മേലെ ഇതാര് പഠിക്കേണ്ടത് അറിയോ? ഇതൊക്കെ പൂജ ചെയ്യുന്നവര് ജലം കൽപ്പയാമി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അപ്പം നിങ്ങൾ കണ്ടാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഈ അധ്യായം ചെറുവിരലിൻ്റെ മേലത്തെ വിരൽ വെച്ച് ഇങ്ങനെ കാണും. അഗ്നിയാണെന്ന് വെച്ചാൽ അഗ്നിക്ക് ഇങ്ങനെ കാണിക്കും. മനസ്സിലായോ? അതാണ്. അപ്പോൾ ഈ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ 5 എണ്ണം കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടന്നിരിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങൾ കൊണ്ടാണ് നമ്മുടെ മനുഷ്യ ശരീരവും അല്ലേ? മനുഷ്യ ശരീരത്തിൽ ഈ 5 എണ്ണം ഉണ്ട്. എന്താണ്? ഖരവസ്തുവാകുന്ന നമ്മുടെ എല്ല്, തോല് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഭൂമിയുമായിട്ട് പറയുക. അത് കഴിഞ്ഞാലോ ജലം ഇഷ്ടം പോലെ ഇല്ലേ? യൂറിനുണ്ട്, അതിനേക്കാൾ കൂടുതൽ കണ്ണീരുണ്ട് അല്ലേ? മൂത്രത്തെക്കാൾ കൂടുതൽ കണ്ണീര് പോകുന്ന ഒരു കാലമാണ് നമ്മുടെ പല ആളുകൾക്കും. വീട്ടിലത്തെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ, സീരിയൽ കണ്ടിട്ട്. അത് കണ്ണീരുണ്ട്, അതിന് മേലെ അഗ്നി, ചൂടില്ലേ? നമ്മുടെ ശരീരം നല്ല ചൂട് തന്നെയല്ലേ? ചൂടുണ്ട്. വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. പിന്നെ ഒരു സാധനം കൂടിയുണ്ട്, ആകാശം. അതെവിടെയാ? നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ ഓരോ സ്പേസ് കിടക്കുന്നുണ്ട് അല്ലേ? മൂക്കിൻ്റെ ഉള്ളിൽ തുറന്ന് കിടക്കുന്നത്. ഇതിനെയൊക്കെ ആകാശം എന്ന് പറയും. ആ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായതും പഞ്ചഭൂതങ്ങളാൽ ആണ് എന്ന് പറയുന്നു. ആദ്യത്തെ ഭൂമി അല്ലേ? പിന്നെ അതിന് മേലെ ജലം, ജലത്തിൻ്റെ ആരുണ്ടാക്കിയ ജലം? നാവ്. മനസ്സിലായോ? അതിൻ്റെ മേലെ അഗ്നി, അഗ്നി എവിടെയാ? കണ്ണുകൾ അഗ്നിയായിട്ട് മാറും. വായു, മൂക്ക്. മനസ്സിലായോ? ആകാശം, എന്താ ആകാശമായത്? ചെവി. ഭൂമി ത്വക്കുമായി. മനസ്സിലായോ? എന്താ ഈ ആകാശതത്വമാകുന്നത്? ചെവി എങ്ങനെയായെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോയാൽ ഇപ്പം പഞ്ചേന്ദ്രിയങ്ങളായി, മനുഷ്യ ശരീരമായി, പഞ്ചേന്ദ്രിയങ്ങളായി, അത് നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകുക. പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായ പൂജാതത്വം അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത്, നമുക്കുണ്ടാകുന്ന എല്ലാ ക്ഷയങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. നമ്മൾ എന്നും ക്ഷേത്ര ദർശകരായിരിക്കണം. 2 നേരം ക്ഷേത്രത്തിൽ പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പോകാൻ പറ്റിയില്ലെങ്കിൽ 1 നേരമെങ്കിലും പോവുക. 1 നേരം പോകാൻ പറ്റാത്തവർ 2 ദിവസം കൂടുമ്പോൾ പോവുക. 2 ദിവസം പറ്റാത്തവർ ആഴ്ചക്കെങ്കിലും പോവുക. ആഴ്ചയ്ക്ക് പറ്റാത്തവർ മാസത്തിലെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ പോവുക. ആ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇന്നത്തെ നമ്മുടെ കാലഘട്ടം, നിങ്ങളൊന്ന് രാവിലെ പത്രം എടുത്ത് നോക്കൂ.
നമ്മുടെ സംസ്കാരം, നമ്മുടെ നാടിൻ്റെ യുവജനത എത്രമാത്രം മോശമായ ഒരു അന്തരീക്ഷത്തിൽ അല്ലേ. രാവിലെ എണീറ്റ് പത്രം നോക്കി അച്ഛൻ ഒന്നില്ലെങ്കിൽ മകനെ കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊണ്ടുണ്ടാവും. അത് മദ്യത്തിൻ്റെയോ ലഹരി മരുന്നുകളുടെയൊക്കെ ഉപയോഗം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ന്യൂസുകളും കൊണ്ട് നിറഞ്ഞിരിക്കുക. ന്യൂസൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ അവിടെ ഒരു ടീച്ചറുണ്ട്, അവരെന്നും പത്രം മേടിച്ചിട്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ എന്തോ ഒരു ആവശ്യത്തിനാണ് പോയി, അപ്പോൾ ആ സിറ്റ് ഔട്ടിൽ ഒരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ പത്രം അങ്ങനെ അടുക്കി നിർത്തിയിരിക്കുക. ടീച്ചർ ഈ പത്രം വന്നു കഴിഞ്ഞാൽ രാവിലെ ആ പത്രം അവിടെ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകും. അത് അങ്ങനെ എടുക്കും, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കും. പത്രം വായിക്കാറില്ല ടീച്ചർ. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ടീച്ചർ നിങ്ങൾ ഈ പത്രം അങ്ങനെ അടുക്കി വെച്ചു? അത് കുറേ അയാൾ കൊണ്ടുപോയി വെക്കും ചെയ്യും. ഞാൻ അയാൾക്കൊരു തൊഴിലായിക്കോട്ടെ, അയാൾക്കൊരു 10 റുപ്യ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അത് തുറന്നാൽ രാവിലെ ആകെ കൂടി അശുഭ ലക്ഷണങ്ങളായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ പത്രം വായന നിർത്തി. TV തുറക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി ആയിരിക്കണം നമ്മൾ ഈശ്വരീയമായ അടുപ്പമുണ്ടാക്കുക, നല്ലവരുമായിട്ട് കൂട്ടുചേരുക. ഞാൻ പറഞ്ഞ പോലെ നല്ലവരുമായി കൂട്ടുചേരുമ്പോൾ നമ്മുടെ വഴികൾ ഇഷ്ടം പോലെ തുറന്നു കിട്ടും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നു. ക്ഷേത്രത്തിലേക്ക് ഒരു സാധാരണ ഭക്തൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിക്കുക അല്ലേ. സാധാരണ ഭക്തൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് തന്നെയാണ് ഒന്ന് പറയൂ. ഞാൻ ഇന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്? എങ്ങനെ പോകേണ്ടത്? കുളിക്കണം, പിന്നെ പറഞ്ഞോളൂ, അമർത്ത് പറയൂ. നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, പിന്നെ മുടി ഒതുക്കി കെട്ടണം അല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് കുറച്ചൊരു ധാരണയുണ്ട്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന സാധാരണ ഭക്തൻ പഞ്ചശുദ്ധികൾ ആചരിച്ചിട്ടുണ്ടായിരിക്കണം. മനസ്സിലായോ? പഞ്ചശുദ്ധി പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ ചെയ്യുന്നത് തന്നെ, അതിൽ പേടിക്കൊന്നും വേണ്ട. ഈ പഞ്ചശുദ്ധി എന്ന് പറഞ്ഞാൽ ഇനി ഇതെന്ത് പുലിവാല ചോദിക്കേണ്ടത്, അതൊന്നുമില്ല. പഞ്ചശുദ്ധികൾ ആചരിച്ചിരിക്കണം. എന്താ അത്? ശരീരശുദ്ധി, മനഃശുദ്ധി, വസ്ത്രശുദ്ധി, ഭക്ഷണശുദ്ധി, വാക്ശുദ്ധി. മനസ്സിലായോ? സ്ഥലശുദ്ധി അവിടെ ആവശ്യമില്ല. വേറെ സ്ഥലങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലശുദ്ധി വെക്കാം. ഇത് ഈ 5 ശുദ്ധികളുള്ളവരായിരിക്കണം ആര്? ഭക്തന്മാർ. അവരായിരിക്കണം ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഒരു സംശയമില്ല. അവര് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ 5 ശുദ്ധികൾ, അല്ലെങ്കിൽ എന്താ പറ്റുക, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ബുദ്ധിമുട്ടാവും. പണ്ട് രാമേട്ടൻ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കാര്യമായിട്ട് അങ്ങോട്ട് വാങ്ങി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുട്ട ബജ്ജിയുടെ മണം. രാമേട്ടന് സംശയമായി. രാമേട്ടൻ ഒന്നും കൂടി വലം വന്നിട്ട് വീണ്ടും തിരുമേൻ്റെ മുന്നിൽ കാണിച്ചു. തിരുമേനിക്ക് ഇത് ബോധമൊന്നുമില്ലല്ലോ. വീണ്ടും ഒഴിച്ചു രാമേട്ടൻ്റെ തീർത്ഥം, വീണ്ടും കുടിച്ചു. മുട്ട ബജ്ജിയുടെ മണം. രാമേട്ടൻ നേരെ പുറത്ത് പോയി കൗണ്ടറിലെ ആളോട് പറഞ്ഞു, അതെ ഇന്നെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താ? തീർത്ഥം കുടിച്ചപ്പോൾ ഒരു മുട്ട ബജ്ജിയുടെ മണം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് കൗണ്ടറിലുള്ള ആൾ. അപ്പം രാമേട്ടൻ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ അവിടെ നമ്മുടെ ചായക്കടയിലൊന്ന് കയറി. ഞാനൊരു ചായയും കുടിച്ച് ഒരു വടയും കഴിച്ചു, അത്രേ ഉള്ളൂ. എന്നാലും മുട്ട ബജ്ജിയുടെ മണം വരാൻ വഴിയില്ല. അപ്പോഴാണ് രാമേട്ടൻ ആലോചിക്കുക. അപ്പോൾ കൗണ്ടറിലുള്ള ആൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ വട കഴിച്ചതിൽ തന്നെയാണ് അദ്ദേഹം ആദ്യം മുട്ട ബജ്ജി ഉണ്ടാക്കിയിരിക്കുന്നതേ. ഭക്ഷണശുദ്ധി മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ശരീരശുദ്ധി ഉണ്ടായിരിക്കണം, വസ്ത്രശുദ്ധി ഉണ്ടായിരിക്കണം. അലക്കി തേച്ച് കല്യാണം എന്ന് വാങ്ങിയ 5000 രൂപയുടെ സാരി എടുത്തിട്ട് പോകണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ശുദ്ധമായ വസ്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുപോകണം, അത്രേ വേണ്ടൂ. കടും വസ്ത്രങ്ങൾ, നിറങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കടുപ്പ് നിറമുള്ള ചുവപ്പ്, കടും നീല കളറൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള വസ്ത്രശുദ്ധി, ഭക്ഷണശുദ്ധി, വാക്ശുദ്ധി. വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങണ്ടെന്നറിയോ? വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു ഭക്തൻ വീട്ടിൽ നിന്ന് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നാമം ചെല്ലാൻ തുടങ്ങണം. പറ്റിച്ചു പോയി. നാളെ തൊട്ട് ഇനി വരുന്നവർ വഴി കൂടെ കണ്ടവരോടൊക്കെ എന്താ പറയുക ഈ നാമം ചൊല്ലി വരുമ്പോൾ? അതാണ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ്. വീട്ടിൽ നിന്ന് ഭാര്യയമ്മയുടെ അവിടേക്ക് വരികയാണെന്ന് വെച്ചാൽ അവിടേക്ക് വരുമ്പോൾ അമ്മേ നാരായണ, ദേവി നാരായണ എന്നെങ്കിലും ചൊല്ലിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയം, ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ധാരാളമായിട്ട് കൂടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ വേറെ സമയം കിട്ടും. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഭക്തൻ എന്ത് ചെയ്യണം? നാമജപത്തോടു കൂടി വന്ന് നാമജപത്തോടു കൂടി വലം വെച്ച് ചീട്ടാക്കേണ്ടതൊക്കെ ചീട്ടാക്കി കൊളിഞ്ഞു അവിടെ പോയിട്ട് നാമം ചൊല്ലിയിട്ട് അയാളെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ചീട്ടാക്കേണ്ടതൊക്കെ ചീട്ടാക്കി നിങ്ങൾ വലം വെച്ച് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം വാങ്ങി കുടിക്കണം. എങ്ങനെയാണ്? അതിരാവിലെയാണ് വന്ന് വരേണ്ടത്. അതിരാവിലെ കുളി കഴിഞ്ഞ് ജലപാനമില്ലാതെ വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് തീർത്ഥം മേടിച്ച് കുടിക്കേണ്ടത്. അപ്പം നമ്മളെന്താ ചെയ്യുക? രാവിലെ ഷുഗറാണ്, 7 മണിക്ക് ഗുളിക കഴിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഭക്ഷണം കഴിച്ച് ഗുളികയും കഴിച്ചിട്ട് വരും. വേറെ വഴിയില്ല. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയി പോയി. മനസ്സിലായോ? ഒരു വീട്ടിൽ 10 ആളുണ്ട്, 45 വയസ്സിന് മേലുള്ളവരാണെന്ന് വെച്ചാൽ 7 ആൾക്കും ഷുഗറാണ്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക?
അപ്പൊ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ക്ഷേത്രത്തെ കണക്കാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അങ്ങനെ വന്ന് സ്വാമിയിൽ നിന്ന് തീർത്ഥം വാങ്ങി തുളസി തീർത്ഥം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അശുദ്ധികളെല്ലാം യൂറിനിലൂടെ പോകാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ആ തുളസി ഇട്ട തീർത്ഥം കുടിക്കണം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലും ചെയ്യാം. വീട്ടിലും അത്യാവശ്യം പൂജയാവാം. വീട്ടിൽ നല്ല ശുദ്ധമായ കിണറുണ്ടെങ്കിൽ അതിന് വെള്ളം കോരി തുളസി ഇല ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നാമജപത്തോടു കൂടി ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നാൽ ആദ്യം എവിടെ വലം വെക്കണം? ഗണപതി വലം വെക്കണമെങ്കിൽ ഉള്ളിലേക്ക് പോണ്ടേ? ഞാൻ മൊത്തത്തിലുള്ള തത്വം പറയാണ്. നിങ്ങളുടേതനുസരിച്ച് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി. ആദ്യം എവിടെ വലം വെക്കേണ്ടത് അറിയോ? രാവിലെ എവിടെ? ആലിനെ വലം വെക്കണം. മനസ്സിലായോ? ആലിനെ വലം വെക്കണം. എത്ര വലം വെക്കണം? നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വെക്കുക. സമയത്തിന് ബസ് 9:05 വരും. ഇപ്പൊ തന്നെ സമയം 9 ഈ 5 മിനിറ്റ് കൊണ്ട് ആലിനെ വലം വെക്കണം, ക്ഷേത്രത്തെ വലം വെക്കണം, തിരുമേന്റെ പ്രസാദം മേടിക്കണം. അതിനൊന്നും സമയമല്ല, ഓടുകയാണ്. എങ്ങനെയെങ്കിലും ഒന്നത് കഴിഞ്ഞ ബസ് കിട്ടിയില്ലെങ്കിൽ സംഗതി പെടും, സമയത്ത് ജോലിക്ക് എത്തില്ല. മനസ്സിലായോ? അപ്പൊ ആദ്യമായിട്ട് എവിടെ വലം വെക്കേണ്ടത്? ആലിനെ വലം വെക്കണം. എങ്ങനെ? എത്ര വലം വെക്കണം? ആലിനെ 7 വലം. എങ്ങനെ വലം വെക്കുന്ന സിസ്റ്റം അറിയോ? ഒരു ക്ഷേത്രത്തിൽ എത്ര വലം വെക്കേണ്ടത്? 3 വലം. എവിടെ? നമ്മുടെ പ്രദക്ഷിണം എന്നാ പറഞ്ഞിരിക്കും അല്ലേ? പ്രദക്ഷിണം. പ്രച്ഛന്നതി ഭയം സർവേ. നിങ്ങൾ ആദ്യമായി വലം വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എല്ലാ ഭയങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. ആദ്യം ഞാൻ ആ വലത്തിന്റെ കാര്യം പറഞ്ഞുതരാം. 1 വലം വെക്കേണ്ടത് ഗണപതിക്ക്, 2 വലം വെക്കേണ്ടത് സൂര്യന്, 3 വലം വെക്കേണ്ടത് പറയൂ ശിവന്, 4 വലം വെക്കേണ്ടത് ദേവീ രൂപങ്ങൾക്കും വിഷ്ണുവിനും 4 വലം വെക്കണം. മനസ്സിലായോ? ദേവീ രൂപം, അതാണ് പ്രദക്ഷിണം. 4 അക്ഷരങ്ങളുണ്ട് അതിൽ. അത് ഓരോ വലത്തിനും ഓരോ കാര്യങ്ങൾ. 5 വലം വെക്കേണ്ടത് അയ്യപ്പന്, 6 വലം വെക്കേണ്ടതോ അതെല്ലാവർക്കും അറിയാം അല്ലെ? മുരുകന്. 7 വലം വെക്കേണ്ടത് ആലിന്. അപ്പൊ മനസ്സിലായോ? അപ്പൊ 1 വലം ഗണപതിക്ക്, 2 വലം സൂര്യന്, 3 വലം ശിവന്, 4 വലം ദേവിക്കും വിഷ്ണുവിനും, ദേവീ രൂപങ്ങൾക്ക് എല്ലാവർക്കും 5 വലം അയ്യപ്പന്, 6 വലം മുരുകനെ, 7 വലം ആലിന്. ഇനിയെങ്കിലും ഇവിടെ പ്രഭാഷണത്തിന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയെങ്കിലും വേണം. നിങ്ങൾ ഇനി 2 വലോ 1 വലോ വെച്ചാലും വേണ്ടില്ല. കാരണം 10-15 വർഷമായിട്ട് ആധ്യാത്മിക പ്രഭാഷണം കേട്ടിരിക്കുന്ന നമ്മുടെ അനിയന്മാരും ഏട്ടന്മാരും അച്ഛന്മാരും ഒക്കെ നിങ്ങൾ പറയണം 4 വലം വെക്കണം. ദേവീ ക്ഷേത്രങ്ങളിൽ 4 വലം. പ്രദക്ഷിണം എന്ന 4 അക്ഷരങ്ങളിലെ പ്രച്ഛന്നതി ഭയം സർവേ ദകാര മോക്ഷദായക. 2ാമത്തെ അക്ഷരം വലം വെക്കുമ്പോൾ മോക്ഷം ലഭിക്കുന്നു. നകാര ക്ഷീയതോ പ്രദ. നമ്മുടെ എല്ലാവിധ ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനത്തെ വലം വയ്ക്കുമ്പോൾ മോക്ഷം ലഭിക്കുന്നു. അങ്ങനെയാണ് 4 വലം. ഇപ്പൊ ദേവീ ക്ഷേത്രങ്ങളിലും വിഷ്ണുവിന്റെ ഏത് രൂപമായാലും, ഇപ്പോൾ നരസിംഹമൂർത്തി ക്ഷേത്രമാണ് പറഞ്ഞാൽ അത് വിഷ്ണുവിന്റെ അവതാരമാണ്. മനസ്സിലായില്ലേ? അവിടെ 4 വലം വെക്കണം. ഇങ്ങനെയാണ് വലം വെക്കുന്നത്. ഗണപതിക്ക് ഒറ്റ വലം. നാഗദൈവങ്ങൾക്ക് വലം ഇല്ല. മനസ്സിലായോ? ആവശ്യമില്ല നാഗദൈവങ്ങൾക്ക്. ഏത്തമിടൽ എവിടെ? എത്ര എങ്ങനെയൊക്കെ ഏത്തിടുക? ഗണപതിക്ക് മാത്രമേ ഏത്തം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ ദേവിയുടെ മുന്നിൽ പോയി നിങ്ങൾ ഏത്തമിടണെ കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഗണപതിക്ക് മാത്രമേ ഏത്തമിടേണ്ട ആവശ്യമുള്ളൂ. മിനിമം 12 ഏത്തമെങ്കിലും ഇടണം. മനസ്സിലായോ? 108 വരെ ഇടാം. 108 വരെ ഇട്ടാൽ പിന്നെ അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, യാതൊരുവിധ ഇടുപ്പ് വേദന ഉണ്ടാവില്ല, മേലും കൈയും വേദന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. 108 വല ഏത്തം ദിവസം ഇടാം. അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് വന്ന ഭക്തൻ ആദ്യമായി ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് ആലിനെ വലം വെച്ച ശേഷം അടുത്തത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് മനസ്സിലായോ? ആലിനെ വലം വെക്കുന്നതിന് മുമ്പ് തന്നെ ചെരുപ്പൂരിയിട്ടണം അല്ലേ? ചെരുപ്പൂരിയിട്ടിട്ട് വേണം. എന്തുകൊണ്ട് ആലിനെ വലം വെക്കാൻ പറഞ്ഞു? എന്താ കാരണം? അതിരാവിലെ ആലിനെ വലം വെക്കാൻ. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന മരമാണ് എന്ത്? ആൽമരം. അതിനാണ് അതിൽ 3 ദേവന്മാരെ അതിൽ തന്നെ കാണുന്നത് അല്ലേ? എല്ലാവരും അതിലുണ്ട്. താഴെ ബ്രഹ്മാവ്, നടുവിൽ വിഷ്ണു, മുകളിൽ ശിവനെയും കാണുന്ന മരമാണ് ആൽമരം അല്ലേ? അവിടെ അത്രയും ഓക്സിജൻ ഉണ്ട്. അത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിനെ ശുദ്ധിയാക്കാൻ, നമ്മുടെ ഉള്ളിലേക്കുള്ള പ്രാണനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. അതിനാണ് എന്തിനു പറഞ്ഞത്? ആലിനെ വലം വെക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ നിന്ന് അരക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഗുരുവായൂരാണ് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ ക്യൂ എന്നൊക്കെ വിട്ടുവിട്ടാ, ക്യൂ എന്നൊക്കെ നമ്മളെ തുറന്നു വിട്ടിരിക്കുക. അപ്പൊ നമ്മൾ എവിടെ പോയിട്ട് തൊട്ട് നെറുകിൽ വെക്കണം? എവിടെയാ തൊട്ട് നെറുകിൽ വെക്കാന്നറിയോ? ക്ഷേത്രം എന്നത് ഒരു യോഗീശ്വരനായ യോഗി ഇങ്ങനെ നിവർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ തുടകളാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഏറ്റവും പുറത്തുള്ള വലിയ മതിലുകൾ. മനസ്സിലായി? അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന ശ്രീകോവിലിന്റെ അങ്ങോട്ട് പോയല്ല, ആദ്യത്തെ ഗോപുരമാകുന്ന ഭാഗത്ത്
ഭഗവാന്റെ പാദങ്ങളാണ്. അത് ഭഗവാനായാലും ഭഗവതി ആയാലും ആ പാദങ്ങളിൽ മാത്രമേ സാധാരണ ഭക്തന് തൊട്ട് നെറുകിൽ വെക്കാൻ അനുമതിയുള്ളൂ. സാധാരണക്കാരനായ ഒരു ഭക്തന് ആ പാദങ്ങളിൽ മാത്രം തൊട്ട് നെറുകിൽ വെക്കാൻ പാടുള്ളൂ. അതിനകത്തേക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ എവിടെയും തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല. നമ്മൾ പോയി കാല് ബലിക്കല്ലുകൾ ചവിട്ടും അല്ലേ? ബലിക്കല്ല് ചവിട്ടില്ലേ? അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? അറിയാതെ തട്ടിന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ബലിക്കല്ല് പോയി വീണ്ടും തൊട്ടിട്ട് ഒന്ന് തലയിൽ വയ്ക്കും. അത് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പൊ തട്ടിയാൽ അതിന് വേറെ മന്ത്രം ഉണ്ട്, മനസ്സിലായോ? നമ്മൾ അറിയാതെ നമ്മുടെ കാലുകൾ അതിലൊന്നും തട്ടിയാൽ അപ്പൊ നമുക്ക് ജപിക്കാൻ സാധിക്കണം. കരചരണകൃതം വാ കായചം കർമ്മചം വാ ശ്രവണനയനചം വാ മാനസം വാ പരാതം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാദേ ശ്രീ മഹാദേവ ശംഭോ ക്ഷമാപണ മന്ത്രം. മനസ്സിലായോ? അതല്ലാതെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കാണുന്നിടത്തൊക്കെ പോയിട്ട് വെറുതെ തൊടാനും തലയിൽ വെക്കുക, തൊടുക, തലയിൽ വെക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റുകൂടിയാണ്. മനസ്സിലായോ? ശ്രീകോവിലിന്റെ നടക്കിൽ പോവുക, അവിടെ തൊട്ട് നെറുകിൽ വെക്കുക. ചിലർ പോയിട്ട് തല കൊണ്ടുപോയിട്ട് ആ ശ്രീകോവിലിന്റെ കല്ലിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടുക്കിന് കാണാം. എന്ത് പാവമാണോ കഴിഞ്ഞ ജന്മത്തെ ചെയ്തത് നമുക്കറിയില്ലല്ലേ? എന്നിട്ട് അവിടെ കുറെ തലമുട്ടും. അത് കഴിഞ്ഞാൽ ഇനി ചെയ്യാത്തതൊന്നുമില്ല. അബദ്ധവശാൽ നമ്മൾ അറിയാത്തൊരു ക്ഷേത്രത്തിൽ പോയാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താ അറിയോ? ഒരു ക്ഷേത്രത്തില് നല്ല തിരക്കാണ്. അപ്പൊ ഒരു ഭക്തൻ നല്ല കുറച്ച് ഉയരമുള്ള ആളാ. അയാൾ അങ്ങനെ നിന്ന് ക്ഷേത്രത്തിൽ നടയെ കണ്ട് തുറന്നപ്പോൾ നേരെ നിന്നിട്ട് ഒന്ന് തൊഴുതിട്ടും കൂടി തിരിഞ്ഞതും അടുത്തുള്ള തൂണിൽ ടക്കുന്ന് തല ഗംഭീരമായിട്ടൊന്നാണ് മുട്ടി. തല മുട്ടിയപ്പോൾ അദ്ദേഹം നേരെ അങ്ങനെ പോയി, ഇനി എന്തായാലും വന്നതല്ലേ വലം വെക്കാന്നും പറഞ്ഞ് നേരെ വലം വെച്ച് അപ്പുറത്ത് പോയിട്ട് ആ നാളികേരം ഉടക്കുന്ന കല്ലുകളൊക്കെ കണ്ടിട്ടില്ലേ? അതിൻ്റെ അപ്പുറത്തൊരു കല്ലുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് നേരെ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. മനസ്സിലായോ? ആളുകൾ ഇങ്ങനെ വന്ന് നിരനിരയായിട്ട് നിൽക്കണു. അപ്പോൾ ഇദ്ദേഹം വേഗം ആ വന്ന് നിൽക്കണ ആദ്യത്തെ ആളോട് ചോദിച്ചു, എന്താ ഇവിടെ വന്ന് നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളല്ലേ തല അതിൽ മുട്ടിയിട്ട് ഇരുന്ന ശേഷം അല്ലേ ഓടിച്ച് ഞാനും തല മുട്ടിയിട്ടാ, ഒന്ന് എണീക്ക് എന്നിട്ട് വേണം എനിക്ക് ഒടിയാന്ന്. അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഒരു ഭക്തൻ കാണിച്ച ദിലീപിന്റെ സിനിമ പോലെ ഒരാൾ എന്താ ചെയ്തു വെച്ചാൽ അത് കണ്ട് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഒരു ക്ഷേത്രത്തിൽ പോയാൽ എവിടെയാണ് ആദ്യം ഫലം വെക്കേണ്ടത്? പ്രധാന ദേവൻ ആരാന്ന് ചോദിക്കണം. ആ പ്രധാന ദേവനെ ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ അവിടെയാണ് ആദ്യം പോയി വലം വെക്കേണ്ടത്. ക്ഷേത്രത്തിന് പുറത്തു കൂടി ആദ്യത്തെ വലം വന്ന് രണ്ടാമത്തെ വലവും മൂന്നാമത്തെ വലവും നാലാമത്തെ വലവും ഉള്ളിലൂടെ വലം വെച്ചിട്ട് വേണം ശ്രീകോവിലിന്റെ മുന്നിൽ പോയി തൊടുക. മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഭക്തൻ ആദ്യമായി മുന്നിൽ തൊട്ട് തലയിൽ വെച്ച്, പാദങ്ങളിൽ തൊട്ട് തലയിൽ വെച്ച്, പുറത്തു കൂടെ ചെരുപ്പില്ലാതെ, ചെരുപ്പിടണ്ടാന്ന് കമ്മിറ്റിക്കാരൻ എഴുതി വെച്ചത് കൊണ്ട് അതിന്റെ പ്രശ്നമില്ല അല്ലേ? അപ്പൊ അങ്ങനെ പുറത്തു കൂടെയൊക്കെ വലം വെച്ച് നേരെ ഉള്ളിൽ വന്ന് ശ്രീകോവിൽ വലം വെച്ച് നേരെ ആളുടെ അടുത്ത് പോയി നിൽക്കും, തിരുമേന്റെ മുന്നിൽ പോയി നിൽക്കും. അപ്പൊ തിരുമേൻ എന്ത് ചെയ്യും? ഭക്തന്റെ കയ്യിലേക്ക് നോക്കും. അങ്ങനെയാണോ? ഭക്തന്റെ കയ്യിലേക്ക് നോക്കും. എന്താ ഇനി അടുത്തത് എടുക്കേണ്ടതെന്നാ നോക്കണത്. ഇല എടുക്കണോ, പേപ്പർ വേണോ, അതോ വെറും ചന്ദനം പൂവും മാത്രം മതി? 3 ചോയ്സാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. അദ്ദേഹം തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കലത്തിനനുസരിച്ച്. ചിലപ്പോൾ തെറ്റില്ല, അപ്പം ഒരു പേപ്പർ എടുക്കാം, അതിന്റെ മേലെ ഒരു ഇല വെക്കാം, അതിൽ കുറച്ച് പൂവിടാം. അത് നിങ്ങളുടെ ഗാന്ധിയുടെ വലിപ്പത്തിനനുസരിച്ച് അദ്ദേഹം അത് ചെയ്തു തരും. ഇവിടെയുള്ള ആളുകൾ എല്ലാവരും പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായത്തെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുന്നിലും നമ്മുടെ വീട്ടുകളുടെ മുന്നിലും ഒക്കെ അങ്ങനെ ക്ഷേത്രങ്ങൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ പറയുന്നു, സാധാരണ ഭക്തൻ അവിടെ പോയി കൈ നീട്ടി നിൽക്കണം. അങ്ങനെ കൈ നീട്ടി നിൽക്കുമ്പോൾ എന്ത് തരും? തിരുമേനി തീർത്ഥം തരും അല്ലേ? തീർത്ഥം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തീർത്ഥം അങ്ങനെ മേടിക്കും. ഇങ്ങനെ മേടിച്ചിട്ട് എന്ത് ചെയ്യും? കുടിച്ചില്ലേ? തീർത്ഥം അങ്ങനെ കുടിച്ചില്ലേ? അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ആ തീർത്ഥം താലിയിൽ തേക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതോ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ മൊത്തത്തിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെയൊക്കെ തെളിച്ചാകെ അവിടെ മൊത്തത്തിൽ ശുദ്ധിയാക്കി നമ്മളെ വിചാരം. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? ചുണ്ട് കൂട്ടി കുടിക്കപ്പെടുന്ന തീർത്ഥം ഒരിക്കലും നിങ്ങൾ മുകളിൽ തളിക്കാൻ പാടില്ല തലയിൽ. മനസ്സിലായോ? ചുണ്ട് മുട്ടിച്ചു കുടിച്ച തീർത്ഥം തലയിൽ തളിക്കാൻ പാടില്ല. എന്താ കാരണം? സഹസ്രാരപത്മത്തിൽ ശിവനിരിക്കുന്നു. മനസ്സിലായോ? 1000 ഇതളോട് കൂടിയ സഹസ്രാരപത്മമാണ് നമ്മുടെ ശിരസ്. അതിലിരിക്കുന്ന ദേവനാരാ? ശിവനാണ്. അപ്പൊ നമ്മൾ ഈ ചുണ്ട് കൂട്ടി കുടിച്ച തീർത്ഥം തലയിൽ തളിക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാം? അറിയാതെ ചുണ്ട് കൂട്ടി കുടിച്ചാൽ നമുക്ക് ബാക്കി തീർത്ഥം നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ വസ്ത്രത്തിൽ തുടച്ച് അവസാനിപ്പിക്കാം. ക്ഷേത്രത്തിൽ എപ്പോഴത്തേയും തെളിക്കാൻ പാടില്ല. കിട്ടുന്ന ചന്ദനം ക്ഷേത്രത്തിന്റെ അകത്ത് എവിടെയും വെച്ച് തേക്കാൻ പാടില്ല. മനസ്സിലായി? ആ തീർത്ഥത്തെ നമ്മൾ ശരീരത്തിൽ തുടച്ചുകൊണ്ട് ബാക്കി പുറത്തു പോവാം. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ മേടിക്കുക. എന്നിട്ട് ഇങ്ങനെ മേടിക്കുക. ഒന്ന് നേരെ തീർത്ഥം കിട്ടിയാൽ നേരെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭഗവാനെ ആരാവിടെയുള്ളത്? രാവിലെ സൂര്യഭഗവാൻ അല്ലേ? ഓം അച്യുതായ നമഃ
ഒരു തുള്ളി കഴിച്ചു. ഓം അനന്തായ നമഃ രണ്ടാമത്തെ തുള്ളി കഴിച്ചു. ഓം അമൃതായ നമഃ മൂന്നാമത്തെ തുള്ളി കഴിച്ചു. മനസ്സിലായോ? ഇങ്ങനെ കുടിക്കണം തീർത്ഥം. മനസ്സിലായോ? 3 തുള്ളിക്കുള്ളത് അദ്ദേഹം തന്നിട്ടുണ്ടാവുള്ളൂ. 3 തുള്ളി കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ട് ആ തീർത്ഥം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ചന്ദനം തരും അല്ലേ? ചന്ദനം തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദക്ഷിണ കൊടുക്കണം അല്ലേ? ഒരു പ്രസാദം നമുക്ക് തരുമ്പോൾ ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ എത്രയാണ് നമ്മുടെ ഉള്ള 1 രൂപ തൊട്ട് നമ്മളാലാവുന്ന അതിനു വേണ്ടി നമുക്ക് വേണ്ടി ഈശ്വരൻ്റെ അടുത്ത് നമ്മളുടെ ആളായി ഇരുന്നു കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്ന ആളാണ് അദ്ദേഹം. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമുക്ക് വേണ്ടി ശുദ്ധിയാക്കി തരുന്ന ഒരാളാണ് അല്ലേ? അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പറ്റണ ദക്ഷിണ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കണം. അത് കൊടുത്തുകൊണ്ട് നമുക്ക് ചന്ദനം മേടിച്ച് പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന ശേഷം ചന്ദനം ഇടാം. പഞ്ചഭൂതങ്ങളുടെ പ്രതീകാത്മകമായ പൂജാതത്വം മനസ്സിലായി? പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഒരു ക്ഷേത്രത്തിനകത്ത് പൂജ നടക്കുന്നത്. മനസ്സിലായി? അതാണ് എന്താ കാര്യം? എന്താ ഈ പഞ്ചഭൂതങ്ങളുടെ പ്രതീകാത്മകമായിട്ടുള്ള പൂജാതത്വം? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വേറൊരു ഡെഫിനേഷൻ കൂടി ഉണ്ട്. മനസ്സിലായോ? ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ? ക്ഷയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്ന ഒരു വരിയുണ്ട്. എന്താ വരി? ഇദം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം തന്നെയാണ് അർജുന ക്ഷേത്രം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സംഗതി ആകെ തകരാറിലാവും. നമ്മുടെ ഈ ശരീരമാണ് ക്ഷേത്രം എന്ന ബോധത്തോടു കൂടി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടി വന്നാൽ സംഗതിയൊക്കെ ബുദ്ധിമുട്ടിലാവും അല്ലേ? ശുദ്ധമായ സാധനങ്ങളെ കഴിക്കാൻ പാടൂ. ക്ഷേത്രത്തിനകത്ത് ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി വരും, എന്തായാലും അമ്പലത്തേക്ക് വരില്ലേ? അപ്പം തൊട്ട വീട്ടിൽ നിന്ന് രാമേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് പുകയിലയും വാങ്ങിയിട്ട് വന്നെന്ന് വിചാരിക്കുക. എന്താ ഞാനിപ്പോൾ എന്തായാലും ഇവിടെ വരികയാണ്, മാരിയമ്മയ്ക്ക് വെറ്റില കൊണ്ട് മൂടാറുണ്ട്, അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എൻ്റെ വക പുകയിലയും കൊണ്ടൊന്ന് മൂടി തരണം എന്ന് പറഞ്ഞ് വന്നാൽ നിങ്ങൾ എന്നെ എന്താ ചെയ്യുക? ഇവിടുന്ന് പിടിച്ചിട്ട് എവിടേക്ക് കൊണ്ടുപോകും? അടുത്ത പാന്താശുപത്രിക്ക് കൊണ്ടുപോകും. ഞങ്ങളെ 3 ആളും പെടും. ഞാൻ മാത്രമേ ചെയ്തുള്ളൂ വെച്ചാലും ഞങ്ങളെ 3 ആളും കൂടി കൊണ്ടുപോകും അല്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കണം. എന്തുകൊണ്ട്? ശുദ്ധമായ സാധനങ്ങൾ മാത്രമേ ഈ ശരീരത്തിലേക്ക് കൊടുക്കാൻ പാടൂ എന്ന തത്വം നമ്മളെ ക്ഷേത്രം പഠിപ്പിക്കുന്നുണ്ട്. വെറുതെ രാവിലെ എണീറ്റ് ക്ഷേത്രത്തിൽ വന്ന് നെറ്റിയിൽ ചന്ദനം തൊട്ട് തീർത്ഥം കുടിച്ച് പോകലല്ല. ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ ആധ്യാത്മികത പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ആധ്യാത്മികത ആളുകൾ വളരെയധികം കൂടിയിരിക്കുക. എന്താ ആധ്യാത്മികത ആളുകൾ? നാരായണീയ പാരായണത്തിന്റെ ഒരു ട്രൂപ്പ്, മത്സരങ്ങളാകുന്ന ട്രൂപ്പുകളാണ് പല സ്ഥലത്ത്. മത്സരങ്ങളുടെ ട്രൂപ്പുകൾ, ലളിതാ സഹസ്രനാമത്തിന്റെ ട്രൂപ്പുകൾ വേറെ, വിഷ്ണു സഹസ്രനാമത്തിന്റെ ട്രൂപ്പുകൾ വേറെ. ഇവർക്ക് പരസ്പര ഒരു ബന്ധമില്ല കേട്ടോ. നാരായണീയം വായിക്കുന്നവർ അങ്ങനെ, ഭാഗവതം വായിക്കുന്നവർ വേറെ തരത്തിൽ. മനസ്സിലായില്ലേ? ഈ തരത്തിൽ മത്സരങ്ങളാകുന്ന ഭാഗങ്ങളായിട്ട് ഇത് മാറിയിരിക്കുക. അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. ഈ ക്ഷേത്രമാണെന്ന് പറയുന്ന ശുദ്ധമായ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? ക്ഷേത്രത്തിൽ ശുദ്ധമായ നെയ്യ് ഉപയോഗിക്കുള്ളൂ അല്ലേ? ശുദ്ധമായ നിവേദ്യങ്ങൾ, അരി ഒക്കെ അല്ലേ ഉപയോഗിക്കുള്ളൂ? അത് ശുദ്ധമായ ജലം തീർത്ഥക്കിണറിൽ നിന്ന് എടുക്കാം. അതില്ലാത്തത് ഇപ്പം നിവൃത്തിയില്ല, ബോർവെല്ലിൽ നിന്ന് എടുത്ത് തീർത്ഥം ശുദ്ധമായത്, ശുദ്ധമായ ധൂപം, ശുദ്ധമായ ചന്ദനം, എല്ലാം ശുദ്ധമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ഈ ശരീരം തന്നെ ക്ഷേത്രമാണ് അർജുന എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഈ ശരീരത്തിലും ശുദ്ധമായത് മാത്രമാണോ കൊടുക്കുന്നുള്ളത് എന്നൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഈ ശരീരത്തിലും ശുദ്ധമായതല്ലേ കൊടുക്കാൻ പാടൂ? ഞാനൊരു ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആധ്യാത്മികമായി കുറച്ച് ഉയർന്ന ഒരാളാണ്, ഞാൻ ആ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണ്, ക്ഷേത്ര സംസ്കാരം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ ആ ശുദ്ധമായതല്ലേ കഴിക്കാൻ പാടൂ? 5 ദിവസം മുമ്പ് വരട്ടി വെച്ച സാധനം എടുത്തിട്ട് കുട്ടികൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, എന്ത് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതാണോ ഇത്? അല്ലെങ്കിൽ ഒന്ന് മാറ്റം ചെയ്യാം, കുറച്ചൊരു മാറ്റമെങ്കിലും ചെയ്യാം. നമ്മുടെ ആധ്യാത്മികത പ്രഭാഷണം കേട്ടിട്ട് ഇതേപോലെ ഒരു വലിയ സദസ്സിൽ, അത്യാവശ്യം അമ്മമാരൊക്കെ ഉള്ള ഒരു സദസ്സാണ്. അപ്പം അങ്ങനെ അമ്മമാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അമ്മമാർ വട്ടം തട്ടി കൂടിയിട്ട് പറഞ്ഞു, സ്വാമി നമ്മുടെ കുട്ടികൾക്കും ഇതൊക്കെ പഠിപ്പിക്കണം, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നമ്മുടെ കുട്ടികളെ ആദ്യമായിട്ട് ആധ്യാത്മികത പഠിപ്പിക്കണം പറഞ്ഞു. അപ്പം നമുക്ക് അതിനുള്ള ചെറിയ സംവിധാനങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ പഠിച്ച കുറേ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ വിട്ടിട്ട് ക്ലാസ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ശരി ആയിക്കോട്ടെ നമുക്ക് ക്ലാസ് എടുക്കാമല്ലോ, അതിനെന്താ നിങ്ങളെ കുട്ടികളൊക്കെ റെഡിയാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഒരമ്മ അവിടുന്ന് പറഞ്ഞു, അതെ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എന്താ മോളെ സ്കൂളുണ്ട് അല്ലേ? അയ്യോ അത് പറ്റില്ല പറഞ്ഞു. ഓ ശരി. അപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എന്താ, എന്നാൽ ശനിയാഴ്ച ആയിക്കോട്ടെ, എന്നാൽ ശനിയാഴ്ച നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യാറ്. അപ്പോഴേക്കും അമ്മമാരാകെ ഇതായില്ലേ, അയ്യോ അത് പറ്റില്ല, എൻ്റെ കുട്ടി ഇന്ന് വയലിൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, എൻ്റെ കുട്ടിയോ ഡാൻസിന് പോകുന്നുണ്ട്, തബല പഠിക്കാൻ പോകുന്നുണ്ട്, തിമല പഠിക്കാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ട് കരാട്ടയ്ക്ക് പോകണം, അതുകൊണ്ട് ശനിയാഴ്ച
നടക്കില്ല. അപ്പോൾ ഒരു വയസ്സായിട്ടൊരു അമ്മ എന്നോട് അവരെല്ലാവരോടും കൂടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, എന്നാൽ ഞായറാഴ്ചയ്ക്ക് ആക്കാം. ഞായറാഴ്ചയ്ക്ക് ആക്കാൻ പറഞ്ഞപ്പോൾ ഈ ഓടി വന്ന അമ്മമാരുടെ ചന്തമൊക്കെ അങ്ങോട്ട് പോയി, മുഖമൊക്കെ വാടി, ആകെ കൂടി പ്രശ്നമായി. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല, ഞാനും ഒന്നും മിണ്ടിയില്ല. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചേച്ചി പറഞ്ഞു, അതെ ഞായറാഴ്ച ചിക്കൻ ഡേ ആണ്. എന്താണ്? ഞായറാഴ്ച ചിക്കൻ ഡേ ആണ്, അതുകൊണ്ട് ഇനി ഈ ചിക്കനൊക്കെ കഴിച്ചിട്ട് ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ ആധ്യാത്മികത പഠിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞിട്ട് 7 ദിവസമല്ലേ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ ആഴ്ചയിൽ, നമുക്കൊരു 8ാമതൊരു ദിവസം കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് അന്ന് ആധ്യാത്മികതയൊക്കെ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ, കാരണം 7 ദിവസം എൻഗേജഡാണ്, ഇനി ഒരു ദിവസം കിട്ടണ്ടേ. അപ്പൊ ഇങ്ങനെ ആവാൻ പാടില്ല. ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ശാസ്ത്ര തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. ക്ഷേത്രത്തിൽ വന്ന് ആൽമരത്തിനെ വലം വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന ശാസ്ത്രീയമായ തത്വം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് ആധ്യാത്മികത. മനസ്സിലായോ? ഓരോ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ പദ്ധതി, ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമാണ്. എത്ര മണി വരെ സമയത്ത് പറഞ്ഞ സമയം കഴിഞ്ഞു? ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവൂലേ? ഇല്ലേ? വിശപ്പില്ലേ? ആധ്യാത്മികത കുറച്ച് ഉള്ളിലേക്ക് കയറി, അതുകൊണ്ടപ്പോൾ വിശപ്പില്ലാണ്ടായിരുന്നു അല്ലേ? കുറേ കാര്യങ്ങൾ നമുക്കിന്ന് പറയാൻ സാധിച്ചില്ല അല്ലേ? ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ച്. ഇതൊക്കെ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട, സാധാരണ ഭക്തൻ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കുറേശ്ശെ നിങ്ങൾക്ക് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകളുടെ പ്രഭാഷണങ്ങൾ കാര്യങ്ങളുണ്ട്, അതൊക്കെ കേൾക്കണം, അതൊക്കെ പഠിക്കണം. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് അതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്ന് കുടിക്കുന്ന കഞ്ഞിയുടെ കൂട്ടത്തിൽ അത് പോകാൻ പാടില്ല. നിങ്ങൾ അടുത്ത പ്രാവശ്യം ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഇനി എനിക്ക് ഒരു ദിവസം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചൊവ്വാഴ്ച ഒരു ദിവസം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുവരണം. നമുക്ക് കസാല ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇരുത്തിയിട്ടൊക്കെ കുട്ടികളിലേക്ക് ഇത് എത്തിക്കണം. കാരണം എന്തറിയോ? ആദ്യം ആര് ശരിയാവണം? ആദ്യം ഞാൻ ശരിയാവണം. ഞാൻ ശരിയാവണം. എന്നിട്ട് എനിക്ക് ആർക്ക് കൊടുക്കാൻ പറ്റൂ? എൻ്റെ കുടുംബത്തിലേക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ കുടുംബത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് പിന്നെ അത് എവിടേക്ക് പോവുക? ആ സമാജത്തിലേക്ക് പോവുക. ആ സമാജത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് പിന്നീട് അത് എവിടേക്ക് പോവുക? ഈ രാഷ്ട്രത്തിലേക്ക് പോവുക. മനസ്സിലായോ? നമ്മൾ മാതൃകയായിട്ട് ജീവിക്കാൻ ഇന്നലെ സംസാരിച്ച ചേട്ടൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് നമ്മുടെ കുടുംബക്കാരാകുന്ന, നമ്മുടെ ഒറ്റ കുടുംബമായിരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ആധ്യാത്മികമായിട്ട് നമുക്കൊക്കെ ഇവിടെ വരാനുള്ള ചിന്തകൾ, അവരുടെ വീടുകളിൽ വിളക്ക് വെക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് ആത്മീയമായിട്ട് കുറേ കാര്യങ്ങൾ ഇതുപോലുള്ള ആചാര്യന്മാർ വന്ന് പറഞ്ഞ് അവരതിലേക്ക് ഉയർന്നു വരുന്നു. അത് വേണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ സത്സംഗങ്ങൾ നടക്കുന്നത്. ഈ സത്സംഗങ്ങളിലൂടെ മാത്രമേ ശ്രവണം, അത് മതി. ആ ശ്രവണത്തിലൂടെയെങ്കിലും നമുക്ക് നമ്മുടെ ജീവിത നിലവാരത്തെ മറ്റുള്ളവരുടെ മുന്നിൽ, മനസ്സിലായി, മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയാണെന്ന് കാട്ടിക്കൊടുക്കാൻ സാധിക്കണം. മാങ്കാവിൽ മാരിയമ്മൻ ക്ഷേത്രത്തിലെ കുടുംബാംഗങ്ങൾ മാതൃകയായി പാലക്കാട് ജീവിക്കുന്നു എന്ന് നമുക്ക് കാട്ടി. അവർ ആധ്യാത്മികമായിട്ട് കുറേ മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുന്നു. മനസ്സിലായോ? ഈ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെയധികം അപകടങ്ങളായ ദുരാചാരങ്ങളിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. ഒരു സംശയമുണ്ട്. പണ്ട് നമുക്ക് ആചാരങ്ങളും ദുരാചാരങ്ങളും ഉണ്ടായിരുന്നു. അതിൽ പല ദുരാചാരങ്ങളെയും നമ്മൾ മാറ്റി കൊണ്ടുവരാം. ഇപ്പൊ നോക്കുമ്പോൾ തിരിച്ചു വീണ്ടും നമ്മൾ ഉയർന്ന നിലവാരത്തിൽ എത്തിയ ശേഷം ഉയർന്ന തരത്തിലുള്ള ദുരാചാരങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വെറുതെ വീട്ടിലേക്ക് വരുന്ന ആ ദുരാചാരങ്ങളുടെ ആളുകളെ കാണുമ്പോൾ സാധാരണക്കാരനായ ഭക്തൻ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ ശ്രമിക്കുക, ഒന്ന് മുഖം മറച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്താണ് നടക്കേണ്ടത്, ക്ഷേത്രങ്ങളിൽ നടക്കേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു സംശയം വേണ്ട. ക്ഷേത്രങ്ങളിൽ DJ പാർട്ടി നടത്താനുള്ളതല്ല. ക്ഷേത്രങ്ങളിൽ ഗംഭീരമായിട്ടുള്ള റിനി ടോമി പോലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഡാൻസും പാട്ടും കൂത്തും നടത്താനായിരിക്കരുത് സാധാരണക്കാരനാകുന്ന ഭക്തന്റെ പൈസ വാങ്ങേണ്ടത്. വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഭക്തന്മാരുടെ നിന്നും അല്ലാതെയും മറ്റുള്ളവരുടെ നിന്നും പിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ക്ഷേത്രങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങൾ നമ്മുടെ ദുരാചാരങ്ങളായി നമ്മുടെ ക്ഷേത്രങ്ങളിൽ നെഗറ്റീവായി ബാധിക്കുന്നു എന്നതിന് യാതൊരു സംശയമില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ക്ഷേത്രങ്ങളിൽ എന്താ വേണ്ടത് അതിന് കൊടുക്കാൻ മാത്രമേ നമ്മുടെ കൈ ഉയരാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഉയർന്ന നിലവാരത്തേക്ക് എത്തിയെന്ന് പറയാനും പറ്റുള്ളൂ. അതല്ലാതെ വരുന്നവർക്ക് ഗാനമേള നടത്താനാണ് എൻ്റെ വക 500 ഇരിക്കട്ടെ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ നാടുപുറമുള്ള പാവപ്പെട്ട ഒരുവനെ എന്തെങ്കിലും ഒരു ഗുളിക വാങ്ങാൻ നിങ്ങൾ സഹായിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ
മനസ്സിലായോ? അതിനു വേണ്ടി ഉള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുക. മനസ്സിലായോ? എല്ലാവരും തുറന്നിരിക്കുക. മതി. ഇനി നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ 4-7 മണിക്ക് ഇത്രയും പേര് ഇവിടെ വരാനും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനും കുറച്ച് ആധ്യാത്മിക കാര്യങ്ങൾ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു.